നന്ദി ധനേഷ് ഡോക്ടറെ. എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1560 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമ്മളുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് നമ്മളുടെ എല്ലാം പ്രിയങ്കരിയായ ഡോക്ടർ PS ഭാഗ്യലക്ഷ്മി മാഡമാണ്. തിരുവനന്തപുരത്ത് സ്വകാര്യ ചികിത്സ നടത്തുന്ന ഡോക്ടർക്ക് 41 വർഷത്തെ ചികിത്സാ പരിചയമാണുള്ളത്. ഇതിനോടകം അനവധി നല്ല ക്ലാസ്സുകൾ നമുക്ക് എടുത്തു തന്നിട്ടുള്ള ഡോക്ടർ ഇന്നത്തെ വിഷയം ഭാഗ്യലക്ഷ്മി ഡോക്ടറോടൊപ്പം എന്നുള്ളതാണ്. വരുന്ന 1 മണിക്കൂർ നമുക്ക് ഡോക്ടറോടൊപ്പം കഴിയാം. ഇതിലേക്കായി PS ഭാഗ്യലക്ഷ്മി മാഡത്തെ ആദരപൂർവ്വം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഡോക്ടർക്ക് ആരംഭിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ മറിയാമ്മയുടെ വാക്കുകൾക്ക് വളരെ നന്ദി. നമ്മളെ IFPH കുടുംബാംഗങ്ങൾ തന്നെയാണല്ലോ, അപ്പൊ പ്രത്യേകിച്ച് ഒരു ഇതിന്റെ ഇൻട്രൊഡക്ഷന്റെ ആവശ്യമില്ല എന്ന് തോന്നുന്നു. എങ്കിലും ഞാൻ എൻ്റെ എല്ലാ ഗുരുക്കന്മാരുടെയും പാതാരബന്ധങ്ങളിൽ എൻ്റെ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഒരു ചെറിയ സംസാരം, നമ്മൾ ഒരുമിച്ചല്ലേ എപ്പോഴും, അതുകൊണ്ട് ഈ പ്രാവശ്യം നമുക്ക് ഒരുമിച്ച് പോകാം. ആദ്യം ഞാൻ 1-2 കേസസ് പറയാം. അതിൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അബ്ഡോമിനൽ എമർജൻസി സർജിക്കൽ കേസസ് ഒക്കെ ആയിരുന്നു പറഞ്ഞത്. അന്ന് പറയാതെ പോയ ഒരു കാര്യം അപ്പൻഡിസൈറ്റിസിനെ പറ്റിയാണ്. അത് ഞാനിപ്പോ ഇവിടെ കുറച്ച് 1-2 കേസ് എനിക്ക് നല്ലപോലെ ക്യൂർ ചെയ്യാൻ പറ്റിയ കേസസ് ഒക്കെ ഞാനിവിടെ ഡിസ്കസ് ചെയ്യാം. അപ്പൻഡിസൈറ്റിസ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം, എങ്കിലും ജസ്റ്റ് ഞാനൊരു വാക്ക് പറഞ്ഞു പോട്ടെ. അപ്പൻഡിസൈറ്റിസ് ഈസ് എ കണ്ടീഷൻ വിച്ച് the appendix become inflamed and filled with phycolis, causing pain. It is a medical emergency. അതങ്ങനെ വന്നു കഴിഞ്ഞാൽ മെഡിക്കൽ എമർജൻസി തന്നെയാണത്. ഇറ്റ് ഈസ് പ്യുവർലി സർജിക്കൽ എന്നാണ് അവർ പറയുന്നത്. പക്ഷെ ആ സർജിക്കൽ കേസസിനെ കൊണ്ട് തന്നെ നമ്മുടെ മെഡിസിൻ കൊണ്ട് നമ്മൾ ആ സർജിക്കൽ കേസ് അല്ലാതാക്കി എടുക്കാമെന്നുള്ള 1-2 കേസസ് ഞാനിവിടെ പറയാം. എല്ലാവർക്കും അറിയാമല്ലോ കാർഡിനൽ സൈൻസ് എന്തൊക്കെയാണെന്ന്. ഫീവർ, വോമിറ്റിംഗ് ആൻഡ് പെയിൻ. സിവിയർ പെയിൻ ആണല്ലോ. അപ്പം ജനറലൈസ്ഡ് പെരി അംബിലിക്കൽ അബ്ഡോമിനൽ പെയിൻ അറ്റ് ദ ലോവർ ക്വാഡ്രന്റ് ഓഫ് ആൻഡ് റിബൗണ്ട് ടെൻഡർനെസ്. നമുക്കത് കൈവെക്കുമ്പോൾ തന്നെ അറിയാം അതിന്റെ അത് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്ന ഒരു കേസ് ആണല്ലോ. 2 ടൈപ്പാണുള്ളത്, അക്യൂട്ടും ക്രോണിക്കും. അപ്പൊ അക്യൂട്ട് ആണെങ്കിൽ സഡൻ ഓൺസെറ്റ് ഓഫ് ഇൻഫ്ലമേഷൻ and pain tend to develop quickly. Within 24 hours ആണ് അതിനകത്ത് കേസസ് കൂടുതലായിട്ട് വരുന്നത്. പെട്ടെന്ന് തന്നെ പെയിനും കാര്യങ്ങളും എല്ലാം വന്നിട്ട് വളരെ സിവിയർ ആയിട്ട് പിള്ളേരൊക്കെ കരഞ്ഞ് വിളിച്ചല്ലേ ഓടിക്കൊണ്ടുവരുന്നത്. അപ്പൊ ക്രോണിക് അപ്പൻഡിസൈറ്റിസ് is a condition where the symptoms reappears over a period of weeks or months or years. അപ്പൊ അങ്ങനെ അതിന് 4 സ്റ്റേജസ് ആണുള്ളത്. ഏർലി അപ്പൻഡിസൈറ്റിസ്, സപ്പറേറ്റീവ് അപ്പൻഡിസൈറ്റിസ്, ഗാംഗ്രീനസ് അപ്പൻഡിസൈറ്റിസ് ആൻഡ് പെർഫറേറ്റഡ് അപ്പൻഡിസൈറ്റിസ്. പെർഫറേഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിന് ഒരുപാട് കോംപ്ലിക്കേഷൻസ് കാര്യങ്ങളൊക്കെ വരാൻ ഉണ്ടാകും. അതിന്റെ മെയിൻ കോംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ പെരിട്ടോണൈറ്റിസ് ആകാം, ആബ്സസ് ആകാം, ഇസ്കീമിയ ആൻഡ് നെക്രോസിസ് വരാം, സെപ്സിസ് വരാം. അങ്ങനെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉള്ളതാണ്. അതുകൊണ്ടാണ് ഈ ഒരു മെഡിക്കൽ എമർജൻസി എന്നതിനെ പറയുന്നത്. അപ്പൊ മെഡിക്കൽ എമർജൻസി ആകുമ്പോൾ നമുക്ക് പിന്നെ അത് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ അവരുടെ ആ ഒരു പെയിൻ കുറച്ച് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം ഒരു കേസ് പിന്നെ അതിന്റെ പ്രിവെൻഷൻ എന്നും പറഞ്ഞു കൊടുക്കാനാണെങ്കിൽ പോലും നമ്മൾ കൂടുതൽ ഫൈബർ കണ്ടന്റ് ഉള്ള ഫുഡുകൾ കൊടുക്കുക, പിന്നെ പ്രോസസ്ഡ് ഫുഡും പിന്നെ ജങ്ക് ഫുഡ് എല്ലാം കഴിയുന്നതും അവോയ്ഡ് ചെയ്യുക. അത് പ്രത്യേകം പറയണം. ഫൈബർ റിച്ച് ഫുഡ് ആവുകയാണെങ്കിൽ അത് നമുക്ക് ഒരു കുഴപ്പമില്ലാതെ നമുക്കതിനെ കറക്റ്റായിട്ട് കാര്യമായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാനും പറ്റും. അതിലൊരു കേസ് ഞാൻ പറയട്ടെ. ഒരു 10 വയസ്സുള്ള എൻ്റെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു കുട്ടിയാണ്. പെട്ടെന്ന് ഒരു ദിവസം അത് കളിച്ചോണ്ട് നിന്നപ്പം ഭയങ്കര പെയിനും
പിന്നെ ഛർദ്ദിക്കാൻ വരുന്നു, പയ്യന് ഉണ്ടെന്നും പറഞ്ഞ് വയറുവേദന എടുത്ത് നടക്കുന്നില്ല. അവളിങ്ങനെ കുനിഞ്ഞു കൊണ്ട് വന്നുകൊണ്ടിരുന്നു. അപ്പൊ ഞാൻ അതിനെ നോക്കി ഒന്ന് കൊണ്ടുവന്ന് കിടത്തി ഒന്ന് വയറിൽ തൊട്ടപ്പം തന്നെ എനിക്ക് തോന്നി ഇത് അപ്പൻഡിസൈറ്റിസ് സഡനായിട്ട് വന്നൊരു 10 മിനിറ്റ് അയാളുടെ ഡോക്ടറെ ഇതുവരെ കുഴപ്പമൊന്നും ഇല്ലാതെ അവളുടെ കസിനുമായിട്ട് കളിച്ച് വെയിലത്തൊക്കെ ഓടി കളിച്ച്. അപ്പൊ അതാണോ ഞാൻ നോക്കിയപ്പോ പനിയുണ്ട്. പനിയില് ടെമ്പറേച്ചർ 100 ആയതേ ഉള്ളൂ. പിന്നെ പെട്ടെന്ന് തന്നെ വോമിറ്റിങ്. ഇവിടെ വന്നതിന് ശേഷം വീണ്ടും ഭയങ്കര പനി, വോമിറ്റിംഗ് സെൻസേഷൻ വന്നിട്ട് വോമിറ്റിംഗ് ഒന്ന് എൻ്റെ ഇവിടെ വന്നിട്ട് അങ്ങ് വോമിറ്റ് ചെയ്യുകയും ചെയ്തു. ക്ലിനിക്കിൽ തന്നെ വോമിറ്റിംഗ് ചെയ്തു. ഇപ്പം പെയിനുമായിട്ട് കരച്ചിലായി. ഞാൻ പെട്ടെന്ന് തന്നെ സഡൻ ഓൺസെറ്റ് ആണല്ലോ, എന്തോ ഒരു ഇൻഫ്ലമേഷന്റെ തുടക്കമാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് പെട്ടെന്ന് പിന്നെ ഒരു ഡോസ് എക്കണേറ്റ്. അപ്പം ചൂടിൽ വെയിലത്ത് കളിച്ചാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വിചാരിച്ചു പ്രയോണിയ കൊടുക്കാമെന്ന്. പക്ഷെ അപ്പോഴും ഞാൻ വിചാരിച്ച് എക്കണൈറ്റിനും ഡ്രൈ കോൾഡ് വിൻഡിലാണല്ലോ കംപ്ലൈൻസ് എന്നുള്ളത് അറിയാം. എങ്കിൽ പോലും ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോഴേ ആ സമ്മറിലും പിന്നെ വെരി ഹോട്ട് വെതറിലും കംപ്ലൈൻസ് ഉണ്ടാകുമെന്ന് ഞാൻ അതിനകത്ത് വായിച്ചൊരു ഓർമ്മ ഉണ്ടായിരുന്നു. അങ്ങനെ അതുകൊണ്ട് ഞാൻ എക്കണൈറ്റ് 30 ഒരു ഡോസ് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നിട്ട് ഞാൻ പറഞ്ഞു നേരെ പോയിട്ട് പിന്നെ ഒരു സ്കാൻ ചെയ്യണം, അത്യാവശ്യമായിട്ട് സ്കാനിങ് എടുക്കണം എന്ന് പറഞ്ഞു വിട്ടു. അവർ പോയി സ്കാനിങ് എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പം കുട്ടി ഓക്കെ, അതിന് ഒരു കുഴപ്പമില്ല. പക്ഷെ അതിനകത്ത് സൈൻസ് ഓഫ് അക്യൂട്ട് അപ്പൻഡിസൈറ്റിസ് എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അവർ പറഞ്ഞു ഉടനെ തന്നെ അഡ്മിറ്റ് ചെയ്യണം, സർജറി വേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ കുട്ടി ഞാൻ തിരിച്ചു വന്നു. പിന്നെ വന്നു കഴിഞ്ഞ് നോക്കിയപ്പോൾ ടെമ്പറേച്ചർ നോർമലായിരുന്നു. പിന്നെ അതുപോലെ തന്നെ പനിയും ടെമ്പറേച്ചറും കുറഞ്ഞ്, പെയിനും കുറഞ്ഞ്, വോമിറ്റിംഗ് സെൻസേഷനൊക്കെ മാറി. ഇങ്ങോട്ട് സ്കാൻ ചെയ്യാൻ വിട്ട കുട്ടിയെല്ലാം തിരിച്ചു വരുമ്പോൾ നല്ല ഇതായിട്ട് കയറി വന്നു. നന്നായിട്ട് പിന്നെ ചിരിച്ച് കളിച്ചാ വന്നത്. അപ്പൊ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അത് നല്ലപോലെ ആ ഇൻഫ്ലമേഷൻ നന്നായിട്ട് റിസോൾവ് ചെയ്ത് പോയിട്ടുണ്ട്. അല്ലെങ്കിൽ ആ കുട്ടിക്ക് അന്ന് ഞാൻ പിന്നെ ഒന്ന് ടെൻഡർനെസ് ഉണ്ടോ എന്ന് നോക്കിയപ്പോഴത്തേക്ക് ഒരു ഇതും ഇല്ല. ആ കുട്ടി കംപ്ലീറ്റ് ആയിട്ട് ഇതായിരിക്കും, വേദനയില്ല, ഒന്നുമില്ല. ഏകദേശം ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ സമയത്തുള്ള അവർ പോയി ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തുന്നുണ്ട്. അതിനകം വെച്ച് ആ കുട്ടിയുടെ സിംറ്റംസ് എല്ലാം മാറി. അത് വലിയ ഒരു എന്താ പറയാ, വിറക്കളെന്നൊന്നും പറയാനൊക്കത്തില്ല. എന്തായാലും അതിന് പറയാനുള്ളത് ഒരൊറ്റ കാര്യമേ ഉള്ളൂ, നമ്മുടെ മെഡിസിൻ ആപ്റ്റായിട്ട് കറക്റ്റ് സമയത്ത് കിട്ടേണ്ടടുത്ത് കിട്ടിയാൽ കൊള്ളേണ്ടടുത്ത് കൊണ്ടിരിക്കും എന്നുള്ളതിന്റെ ഒരു ഉറപ്പാണ് അത്. അപ്പൊ അത് കഴിഞ്ഞ് അപ്പൊ അവര് വന്നിട്ട് ഡോക്ടറെ അഡ്മിറ്റ് ചെയ്യണ്ടേ, ഇത് വേണ്ടേ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു കുഞ്ഞിപ്പോ സുഖമായിട്ടിരിക്കുന്നല്ലോ, അവൻ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നെങ്കിൽ നമുക്ക് അതിന് വിടാം, അല്ലാതെ വേറെ ഇപ്പോഴൊന്നും നോക്കണ്ട. എന്തായാലും അവന് സിംറ്റം മാറിയത് പെട്ടെന്ന് തന്നെ മരുന്ന് കൊടുക്കാൻ പറ്റിയതുകൊണ്ട് സിംറ്റംസ് ഒക്കെ കുറഞ്ഞതായിരിക്കാം, അല്ലാതെ ആയിരിക്കത്തില്ല. നമുക്ക് നിങ്ങൾ ഇതാക്കിക്കോ, രാത്രി എങ്ങാനും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അപ്പം അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാം എന്നുള്ള രീതിയിൽ ഞാനത് ഇതാക്കി. എന്തായാലും കൊള്ളാം. ഞാൻ എക്കണൈറ്റിനെ ഫോളോ ചെയ്ത് ഒരു ഡോസ് സൾഫർ വെണ്ണമും കൂടെ കൊടുത്താ വിട്ടത്. എന്തായാലും ആ കേസ് നമ്മൾ പറയുന്നുണ്ടല്ലോ, എക്കണൈറ്റ് കേസ് കംപ്ലീറ്റ് ക്യൂർ ആവണമെങ്കിൽ സൾഫർ വേണമെന്ന്. ആ രാത്രിയിൽ ഒരു ഡോസ് സൾഫർ കഴിച്ചോളെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സൾഫർ കൂടെ വിട്ടു. അത് രാത്രി കൊടുത്തോണ്ട് കിടന്നു. കുഞ്ഞിന് ഒരു കുഴപ്പമില്ല. പിന്നെ ഇതുവരെ അത് എൻ്റെ വീടിനടുത്ത് തന്നെയാണ്. ഇപ്പൊ ഇതുവരെ അവന് 10-17 വയസ്സായി, കോളേജിൽ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് കറക്റ്റ് സമയത്ത് നമ്മുടെ മരുന്ന് വളരെയധികം എഫക്റ്റീവ് ആയ ഒരു കേസാണ് അപ്പൻഡിസൈറ്റിസ്. അപ്പൊ അത് ഫസ്റ്റ് കേസ്. അത് ഒരു എക്കണൈറ്റിന്റെ ആണ്. നമുക്ക് ഫസ്റ്റ് ഇപ്പൊ നമ്മൾക്ക് എക്കണൈറ്റ് കേസസ് കിട്ടുന്ന വളരെ അപൂർവമാണല്ലോ. എന്താ വെച്ചാല് അവര് സമയം കഴിഞ്ഞായിരിക്കും നമ്മുടെ അടുത്തൊക്കെ എത്തുന്നത്, എല്ലാം കഴിഞ്ഞൊക്കെ വരുമ്പോഴത്തേക്ക്. പക്ഷെ നമ്മുടെ വീട്ടുകാർക്ക് വേണമെങ്കിൽ നമുക്ക് എക്കണൈറ്റ് കൊണ്ട് ഒരുപാട് കേസസ് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഒരു ജലദോഷം തുമ്മലെന്ന് കേട്ടാൽ ഒരു ഡോസ് എക്കണൈറ്റ്, അത് പണ്ട് തൊട്ടേ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെഡിസിനാണ്. ഇങ്ങനത്തെ ഉള്ള കാര്യത്തിൽ ഇത്ര വലിയ സർജിക്കൽ ഡിസീസസിന് പോലും നമുക്കിടെ എക്കണൈറ്റ് യൂസ് ചെയ്യാന്നുള്ളത് ഒരു വലിയ ഒരു അറിവും അനുഭവമായിരുന്നു അത്. പിന്നെ അപ്പൻഡിസൈറ്റിസിന്റെ മെഡിസിൻസ് ഒക്കെ പറയാനാണെങ്കിൽ തന്നെ പിന്നെ അതിലെ ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയിട്ടുള്ളതും നമ്മൾ എപ്പോഴും കൊടുക്കേണ്ടതുമായിട്ടുള്ളത് റെസ്റ്റോക്സ് ആണ് കേട്ടോ.
റെസ്റ്റോക്സിന്റെ ആ ഒരു സിംറ്റംസ് എന്ന് പറഞ്ഞാൽ വയലന്റ് പെയിൻ ആവും. അത് കമന്ന് കിടന്നാൽ കുറയുന്നുണ്ട്. വയർ അബ്ഡമൻ കൺമിലറേഷൻ ബൈ ലൈങ് ഓൺ അബ്ഡമൻ, പിന്നെ മസ്റ്റ് വാക്ക് ആൻഡ് ബെൻ ഫോർവേഡ്, അങ്ങനെ കുനിഞ്ഞ് നടക്കണം. പിന്നെ റെസ്റ്റോക്സിന്റെ ഒരു മെയിൻ ഇതായിട്ട് പറയുന്നത് ഇതുപോലുള്ള സമയത്ത് നമുക്ക് പിന്നെ വേദനയോ കാര്യങ്ങളോ ഉണ്ടെങ്കിലും പാല് വേണമെന്ന് പറയും. വെള്ളം വേണമെന്ന് ചോദിച്ചാൽ വേണ്ട, എനിക്ക് ഈ പാല് തന്നാൽ മതി എന്ന് പറയാം. ഡിസേഴ്സ് മിൽക്ക് റെസ്റ്റോക്സിന്റെ ഒരു മെയിൻ സിംറ്റം ആണ്, വിശേഷിച്ചും ഗ്യാസ്ട്രിക് കംപ്ലൈൻസ് ഉള്ള സമയത്ത്. അങ്ങനെ പിന്നെ റെസ്റ്റോക്സിന്റെ ജനറൽ മൊഡാലിറ്റി പോലെ കണ്ടിന്യൂസ് മോഷൻ അമിലറേഷൻ എന്നൊക്കെ പറയുന്ന ആ കേസസിലും പിന്നെ നമുക്ക് റെസ്റ്റോക്സ് നോക്കാം. ഞാൻ ഒരു 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 ഡോക്ടറിന്റെ ഒരു മോള് ഇതേപോലെ ആ കുട്ടിക്ക് അപ്പൻഡിസൈറ്റിസ് ആണെന്നും പറഞ്ഞിട്ട് വന്ന് അവര് ആന്റിബയോട്ടിക്സ് ഒക്കെ കൊടുത്ത് അതെല്ലാം കഴിഞ്ഞിട്ട് ആ പെയിൻ അവിടെ ബാക്കിയുണ്ടായിരുന്നു. അതിൽ ഞാൻ കൊടുത്ത മെഡിസിൻ പിന്നെ റെസ്റ്റോക്സ് ആയിരുന്നു. ആ റെസ്റ്റോക്സ് 1 ml വീക്കിലി വൺസ് 1 മാസം റിപ്പീറ്റ് ചെയ്ത് അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ കംപ്ലീറ്റ്ലി ആ കുട്ടിക്ക് അത് വ്യത്യാസം വന്നു. പിന്നെ പെയിന് പറയുന്നത് കൊണ്ട് മാക്കോസും ആണ് കൊടുത്തത്. പക്ഷെ ഈ 2 മരുന്ന് കൊണ്ടും അതിനകത്ത് വലിയ വ്യത്യാസം. അതുപോലെ തന്നെ നമ്മുടെ ബ്രയോണിയയ്ക്ക് നല്ല ആക്ഷൻ കിട്ടിയിട്ടുണ്ട്. അതിൽ ബേണിംഗ് സ്റ്റിച്ചിങ് പെയിന് വിത്ത് ടെൻഡർനെസ് ഓഫ് ദ അബ്ഡമൻ വാൾസ്, ഗ്രേറ്റ് തേഴ്സ്റ്റ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നെ ഇതുപോലെ സഡൻ കിട്ടുവാണെങ്കിൽ നമുക്ക് ബെല്ലിൽ യൂസ് ചെയ്യാം. ബെല്ല് നമുക്ക് ഫസ്റ്റ് പെയിൻ റെമഡി എന്നുള്ള ഇൻഫ്ലമേഷന്റെ ഒക്കെ ആയിട്ട് കണക്ട് കഴിഞ്ഞാൽ അടുത്ത ഇതായിട്ട് വരുന്നത് ബെല്ലല്ലേ. അപ്പം ബെല്ലിന്റെ ഒരു പ്രത്യേകത ഗ്രേറ്റ് തേഴ്സ്റ്റ് ഫോർ കോൾഡ് വാട്ടർ ഡ്യൂറിങ് സ്റ്റൊമക് കംപ്ലൈൻസിൽ ആണെങ്കിലും പിന്നെ നോഷ്യ വോമിറ്റിംഗ് എല്ലാം ഉണ്ടാവും. പക്ഷെ ഡ്യൂറിങ് ഫീവർ ആണെങ്കിൽ നോ തേഴ്സ്റ്റ്. അപ്പം ഇത് ഇങ്ങനെ വരുമ്പം ഈ അപ്പൻഡിസൈറ്റിസിന്റെ സമയത്ത് വന്നു കഴിഞ്ഞാൽ ബെല്ല് പേഷ്യന്റിന് തേഴ്സ്റ്റ് ഉണ്ടായിരിക്കും. പിന്നുള്ള ഒരു മെഡിസിൻ മെർക്കോറാണ്. മെർക്കോറിന് നല്ല ആക്ഷൻ കിട്ടും. പിന്നെ അത് അപ്പൻഡിസൈറ്റിസിന് മാത്രമല്ല, അൾസറേറ്റീവ് കൊളൈറ്റിസ്, ഇൻഡുസെപ്ഷൻ, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ ഗ്യാസ്ട്രിക് കംപ്ലൈൻസിനും അതിന്റെ കൂട്ടത്തിൽ ടെനസ്മസും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും മെർക്കോർ കൊടുക്കാം. മെർക്കോറിൽ നല്ല ആക്ഷൻ കിട്ടും. അപ്പം നമുക്ക് ഇത് കൊടുക്കുന്ന കൂട്ടത്തിൽ തന്നെ നമുക്കൊരു ഡ്രെയിനേജ് റെമഡി ആയിട്ട് നമ്മുടെ ഹൈഡ്രാസ്റ്റിസും കൂടെ കൊടുക്കാം. ഇതുപോലുള്ള ഗ്യാസ്ട്രിക് കംപ്ലൈൻസിൽ ഏത് കംപ്ലൈൻസിലാണെങ്കിലും അബ്ഡമനൊക്കെ ഡിസ്റ്റൻഡഡ് ആയിരിക്കും, വിത്ത് സെൻസിറ്റീവ്നെസ് ഒക്കെ ഉണ്ടാകുന്ന ഒരു കണ്ടീഷനൊക്കെയാണ് പറയുന്നതെങ്കിൽ ഹൈഡ്രാസ്റ്റിസ് കൂടെ നമുക്ക് കൊടുക്കാവുന്നതാണ്. ടിഞ്ചർ അല്ലെ 3x അല്ലെങ്കിൽ 6. ടിഞ്ചറിനേക്കാളും നല്ലത് ലോ പൊട്ടൻസി ഇതേപോലെ മെഡിസിൻ കൊടുക്കുന്നതാണ് നല്ലത്. പിന്നെ ഇതുപോലെ ഈ അബ്ഡമിനൽ കംപ്ലൈന്റിൽ ഏത് ഇൻഫ്ലമേഷനും ഒരു സെക്കൻഡ് സ്റ്റേജിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് കാലിമോർ വളരെ നല്ല ഒരു മെഡിസിൻ ആണ്. കാലിമോർ പൊട്ടൻസി കൊടുക്കാൻ 6s അല്ല, ഡെസിമൽ പൊട്ടൻസി അല്ല, മറ്റേ നമ്മുടെ ഇതിൽ കൊടുക്കാം 200 1 ml ഒക്കെ. അത് പിന്നെ കാലിമോറിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മളിപ്പം ഹോസ്പിറ്റലൊക്കെ പോയിട്ട് ഹോസ്പിറ്റൽ സോർ ത്രോട്ട് എന്ന് പറയുന്നില്ലേ, അത് ഭയങ്കര എഫക്റ്റീവ് ആണ്. നമ്മള് വെളിയിൽ നിന്ന് പോയിട്ട് പെട്ടെന്ന് ഈ തൊണ്ടയ്ക്ക് ഇൻഫെക്ഷൻ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ കാലിമോർ 10 ml ഒരു ഡോസ് കൊടുത്താൽ വളരെ പെട്ടെന്ന് നമുക്ക് ഇത് കിട്ടും, ആക്ഷൻ കിട്ടുന്നതാണ്. നമുക്ക് പെട്ടെന്ന് ഇത് കുറയ്ക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഒരു മെഡിസിനാണ് ഐറിസ് ടെനക്സ്. അപ്പൻഡിസൈറ്റിസിന് നല്ലപോലെ ചെറിയ പൊട്ടൻസി നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് കൊടുത്താൽ ആ ഇൻഫ്ലമേഷൻ എല്ലാം കുറയ്ക്കാൻ നമുക്ക് പറ്റും, ഐറിസ് ടെനക്സ്. പിന്നെ അപ്പൻഡിക്കുലാർ മാസ് വന്നാലും ഐറിസ് ടെനക്സ് നല്ല ആക്ഷൻ ആയിരിക്കും. അതേപോലെ അടുത്ത കണ്ടീഷൻ പാൻക്രിയാറ്റൈറ്റിസ് ആണ്. ഇതുപോലെ മെഡിക്കൽ എമർജൻസി, ഭയങ്കര സിവിയർ പെയിനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് പിന്നെ നമുക്ക് അക്യൂട്ടായിട്ട് മാനേജ് ചെയ്യാൻ പറ്റത്തില്ലാത്ത ഒരു കണ്ടീഷൻ ആണ് ഈ പിന്നെ പാൻക്രിയാറ്റൈറ്റിസ്. പക്ഷെ നമുക്ക് അവരുടെ മെഡിസിൻസ് ഒക്കെ കഴിച്ചാലും കുറയാതെ നിൽക്കുന്ന കണ്ടീഷൻസിൽ നമുക്ക് നമ്മുടെ മെഡിസിനിലോട്ട്
നല്ല ആക്ഷൻ കിട്ടിയിട്ടുണ്ട്. ഞാൻ അതിന്റെ 1-2 കേസസ് പിന്നെ ഞാൻ ട്രീറ്റ് ചെയ്ത അത് എന്റെ ഒരു പേഷ്യന്റിന്റെ മോനാണ്. അത് 26 വയസ്സുള്ള ഒരു പയ്യൻ, കൊല്ലത്താണ് അവരുടെ വീട്. ആ പേഷ്യന്റ് അമ്മയാണ് എന്റെ പേഷ്യന്റ്. അവര് കീമോതെറാപ്പി എല്ലാം കഴിഞ്ഞിട്ട് അതിന്റെ ബാക്കി ആഫ്റ്റർ ഇഫക്റ്റ് മാറാൻ വേണ്ടിയിട്ട് ഒരു ക്യാൻസർ പേഷ്യന്റ് ആയിരുന്നു. അതിന് വേണ്ടിയിട്ട് വരുന്നവരാ. അപ്പൊ ഒരു ദിവസം എല്ലാ മാസവും കറക്റ്റ് ആയിട്ട് വന്ന് അവർ മരുന്ന് വാങ്ങിക്കും. അപ്പൊ ഒരു പ്രാവശ്യം അവർ മരുന്ന് വാങ്ങിക്കാൻ വന്നില്ല. പിറ്റേ പ്രാവശ്യം വന്നപ്പോ എന്താന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, "അയ്യോ, എന്റെ മോന് തീരെ വയ്യാതെ ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു, കുറെ ദിവസമായിട്ട് ഇപ്പോഴും ഹോസ്പിറ്റലിൽ തന്നെ, അവൻ വിടുന്നില്ല. എന്തോ കാര്യം എന്ന് പറഞ്ഞ് ചോദിച്ചപ്പോ പറഞ്ഞു പാൻക്രിയാറ്റൈറ്റിസ് ആണ്, പെയിൻ അവന് കുറയുന്നേ ഇല്ല, പെയിൻ കില്ലർ കൊടുക്കും, ഇപ്പൊ ഒരു ശകലം കുറയും, ഇപ്പൊ വീണ്ടും ആ പെയിൻ കില്ലറിന്റെ ആക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ വീണ്ടും വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് പിന്നെ അവന് ഭയങ്കരമായിട്ട് ഇത് കുറേ ദിവസമായിട്ട് ആശുപത്രിയായിട്ട് കിടക്കും, ഒരു രക്ഷയില്ല ഡോക്ടറെ, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അവരിങ്ങനെ ആശുപത്രി കിടക്കുന്ന ആളിന് എന്ത് ചെയ്യാൻ, ഞാൻ മരുന്ന് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം കൊടുക്കാം, ഞാൻ ആ ബൈസ്റ്റാൻഡർ കൊടുക്കാം, പിന്നെ എന്റെ മരുന്ന് തീർന്നുകൊണ്ട് അത്യാവശ്യം ഞാൻ ഓടി വന്നതാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ, എന്നാ ഒരു കാര്യം ചെയ്യൂ, ഞാനൊരു മരുന്ന് തരാം, കൊടുത്ത് നോക്ക്, വിവരം അറിയിച്ചാൽ മതി, പിന്നെ ബാക്കിയുള്ളത് കൊല്ലത്തുനിന്നല്ല എപ്പോഴും ഓടി വരണ്ട, പിന്നെ ആ മരുന്നിൽ കുറവുണ്ടെങ്കിൽ ബാക്കിയുള്ള മെഡിസിൻസ് ഞാൻ പിന്നെ തരാം, അപ്പൊ ആദ്യം ഇതിനൊന്ന് കൊടുത്തു നോക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ ആ മരുന്ന് കൊടുത്ത പിന്നെ മെഡിസിൻസ്. അപ്പൊ ഞാൻ അവനോട് സിംറ്റംസ് ചോദിച്ചു. ആ കുട്ടിയുടെ അടുത്ത് ഒന്ന് പിന്നെ സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ അവര് ഫോണിൽ വിളിച്ച് തന്നു. അങ്ങനെ അവനോട് പറഞ്ഞപ്പോഴേ ഭയങ്കര പെയിനാണ്, ഒരു രക്ഷയില്ല, എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ എന്നിട്ട് ഛർദിലുവാ. അപ്പൊ ഛർദിക്കുന്ന എന്തോ ചോദിച്ചു. ഡോക്ടറെ, എനിക്ക് എപ്പോഴും ഛർദില് മുഴുവൻ മധുര വെള്ളമാണ് ഞാൻ ഛർദിക്കുന്ന മൊത്തം എന്ന് പറഞ്ഞു. ആ ഒരു ഇതും വെച്ചോണ്ടാണ് ഞാൻ ഐറിസ് വേഴ്സ് കൊടുത്തത്. ഐറിസിന്റെ വോമിറ്റിങ്ങിന് അങ്ങനെ ഒരു പറയുന്നുണ്ട്. ഐറിസ് പിന്നെ ബേണിംഗ് പെയിൻ വിത്ത് സിവിയർ അറ്റാക്ക് ഓഫ് ഡിസ്ട്രസ് വിത്ത് സ്വീറ്റിഷ് വോമിറ്റിംഗ് ആൻഡ് ഡയറിയ വിത്ത് പ്രോസ്ട്രേഷൻ. ഈ സിംറ്റംസ് തന്നെ അവൻ പറഞ്ഞത്. അപ്പം പിന്നെ ഞാനിത് ഐറിസ് വേഴ്സ് ആണ് കൊടുത്തത്. അതും കൊടുത്തു. അത് 13 കൊടുത്തിട്ട്, പിന്നെ പാൻക്രിയാസിന്റെ ഏത് രോഗത്തിനും നമുക്ക് കൊടുക്കാവുന്ന ഒരു മരുന്നാണ് അട്രോപ്പിൻ. 200 കൂടി കൊടുത്ത് അപ്പം ഇത് 30 പിന്നെ ഒരു ഡെയിലി ത്രൈസും പിന്നെ കിടക്കാൻ നേരത്ത് ബെഡ് ടൈം ആയിട്ട് ഇതും കൊടുക്കാൻ പറഞ്ഞു, അട്രോപ്പിനും ഡെയിലി. അങ്ങനെ കൊടുത്തു. പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് അവരെന്നെ വിളിച്ച് പറഞ്ഞു, ഡോക്ടറെ 3 ദിവസം കൊടുത്തു കഴിഞ്ഞപ്പോൾ അവന്റെ പെയിന് നല്ല ആശ്വാസമായി. അപ്പം ഒരു ദിവസം പെയിൻ ഇല്ലാതെ 5-ാമത്തെ ദിവസം അവര് ഡിസ്ചാർജ് ചെയ്തു. ഞങ്ങളിപ്പോ വീട്ടിലുണ്ട്. അപ്പം ഇനി എന്താ മരുന്ന് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചവര് എന്നെ വിളിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു മരുന്ന് തരാം. പിന്നെ ഞാൻ അവന്റെ കേസൊക്കെ എടുത്തു. കേസ് എടുത്തപ്പോൾ അവന് കോൺസ്റ്റിറ്റ്യൂഷണൽ കിട്ടിയത് കാർസിനോസിനാണ്. ഞാൻ കാർസിനോസിൻ 1 ഡോസ് കൊടുത്തു. അത് എന്നിട്ട് പാൻക്രിയാറ്റിനം 6th പൊട്ടൻസി ഡെയിലി കൊടുക്കാനായിട്ടും കൊടുത്തു. 1 മാസം അവർ കൊടുത്തു. അതിനുശേഷം പിന്നെ ഇതുവരെ ആ കേസ് പാൻക്രിയാറ്റൈറ്റിസ് അവന് വന്നിട്ടില്ല. അതുപോലെ തന്നെ വേറൊരു കുട്ടിയും, അത് 20 വയസ്സുള്ള ഒരു കുട്ടിയായിരുന്നു. അത് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ എന്നും ഹോസ്പിറ്റലിൽ കിടക്കാനേ നേരമുള്ളൂ. എന്നും മാക്സിമം ഒരു മാസം അല്ല 1.5 മാസം 2 മാസത്തിലൊരിക്കൽ അതിന് പിന്നെ ഇത് വരുന്നുണ്ടായിരുന്നു. പാൻക്രിയാറ്റൈറ്റിസ് വന്നിട്ട് പെയിൻ വോമിറ്റിങ്, പെയിൻ ഒക്കെ. അവസാനം മരുന്നുകളെല്ലാം കൂടെ ചെന്ന് കൊച്ചിന് ഡയബറ്റിക്കുമായി അമൈലേസും ലിപ്പേസും എല്ലാം കൂടുതൽ, ഒരു കുറവും കിട്ടുന്നില്ല. പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് അവർ ചിലപ്പോൾ അങ്ങ് വിടും. പിന്നെയും ഒരു 1.5 മാസം 2 മാസം ആകുമ്പോൾ കൊച്ചിനെ കൊണ്ടുവന്നു. അത് അടൂരുള്ള ഒരു കൊച്ചാ. അപ്പം പതുക്കെ ഞാൻ കേസൊക്കെ എടുത്തെല്ലാം നോക്കി. അതിന് വന്നത് അതൊരു ടിപ്പിക്കൽ സൈലീഷ്യ കുട്ടിയായിരുന്നു. ഞാൻ അതിന് സൈലീഷ്യ മാത്രമേ കൊടുത്തുള്ളൂ. അത് 0/3 ഓരോ മാസത്തേക്ക് ഒരു 30 ഡോസ് പൊടിയായിട്ട് കൊടുക്കും, ഡെയിലി ഓരോ ഡോസ്. പിന്നെ PL ആണ് ഞാൻ കൊടുത്തിരുന്നത്. അപ്പൊ പിന്നെ അങ്ങനെ ആ കൊച്ചിന് ഞാൻ ഈ സൈലീഷ്യ മാത്രം കൊണ്ട് അതിന്റെ ഒരു 2 മാസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന്റെ അമൈലേസ് ലിപ്പേസ് എല്ലാം നോർമൽസിയിൽ വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ പതുക്കെ
അപ്പൊ ഡയബറ്റിക്കും കൂടെ കണ്ടതുകൊണ്ട് പിന്നെ ഞാൻ ആ കുട്ടിക്ക് ശൈലീഷയുടെ കൂടെ തന്നെ ബയോകെമിക് കോമ്പിനേഷൻ നമ്പർ 7 ഡയബറ്റിക്കിന് പറ്റിയതാ. അപ്പൊ പാൻക്രിയാസിലൊക്കെ ആക്ഷനുള്ള മെഡിസിൻ ആണ്. അപ്പൊ അതുകൂടെ കൊടുത്തു. അങ്ങനെ അത് മാത്രമേ കൊടുത്തുള്ളൂ ഡയബറ്റിക്കിനായിട്ട്. പക്ഷേ ശൈലീഷയുടെ ആക്ഷനിൽ തന്നെ ആ കുട്ടിക്ക് ഡയബറ്റിക്കും പോയി. ഇപ്പോഴും ഒരു മരുന്നും കഴിക്കുന്നില്ല. പിന്നെ കഴിഞ്ഞ 2 ആഴ്ച മുമ്പേ ഞാനത് കേസ് ഓർക്കാനുള്ള കാര്യം ഇതാണ്. പിന്നെ ഈ കഴിഞ്ഞ 2-ാം തീയതി 3-ാം തീയതി കണ്ട എന്റെ കല്യാണമായിരുന്നു. അതുകൊണ്ട് ആ കല്യാണം എന്നെ വിളിച്ചത് ഫോണിലാ വിളിച്ച എങ്ങോട്ട് പറഞ്ഞ് എന്റെ കല്യാണ ഡോക്ടറെ എനിക്ക് ഇത്രയും ദിവസം എനിക്ക് പിന്നെ ഞാൻ വിചാരിച്ചതേ അല്ല എന്റെ അസുഖം എനിക്ക് ഇപ്പൊ കംപ്ലീറ്റ് ഏതാണ്ട് ഒരു 4-5 വർഷമായി. ഇപ്പം കുട്ടി അന്ന് 20 വയസ്സാണ്. ഇപ്പൊ 10-25 വയസ്സുണ്ട്. ഫോണിൽ വിളിച്ചപ്പോ ഞാൻ ആ കേസ് ഓർത്തത്. അങ്ങനെയായിരുന്നു. എനിക്ക് പിന്നെ അതിന് ശേഷം വന്നിട്ടേ ഇല്ല. എനിക്ക് ഡയബറ്റിക്കും ഇല്ല, ഒന്നുമില്ല. എന്റെ പാൻക്രിയാസ് ഓക്കെയാണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ മരുന്നുണ്ട്. അതും നമുക്ക് അവരിങ്ങനെ കിടന്ന് കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നതാണ് ആ കേസുമായിട്ട്. അപ്പൊ എന്തായാലും അതും ശരിയായി കിട്ടി. അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ എമർജൻസി കണ്ടീഷൻസും ഒക്കെ നമുക്ക് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റും എന്ന് അതിലും മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് ഇനി പറയാൻ എന്തുവാ, പിന്നെ ഒരു ടിംപനൈറ്റിസിന്റെ കേസ്. ടിംപനൈറ്റിസിന്റെ കേസ് ഒരു 50 വയസ്സുള്ള ഒരു സ്ത്രീ. ഇതുപോലെ എന്റെ ക്ലിനിക്കിൽ വന്നപ്പം ഭയങ്കര വിളിയും പറച്ചിലൊക്കെ ആയിട്ട് എമർജൻസി ആയിട്ട് കയറിക്കൊണ്ടുവന്നാണ്. പിന്നെ അവർക്ക് പിന്നെ പനി, ഛർദില്, വയറുവേദന എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്റെ വയറ് പൊട്ടിപ്പോവുകയെന്ന് പറഞ്ഞ് വിളിക്കുന്നത്. പക്ഷെ നമുക്ക് എമർജൻസി കണ്ടീഷൻ ആണെന്ന് മനസ്സിലായി. പക്ഷെ അവർക്ക് അലോപ്പതിയുടെ ഒരു പെയിൻ കില്ലർ പോലും കഴിക്കാനുള്ള ഒരു പറ്റത്തില്ല. അവർക്ക് ഭയങ്കര അലർജിക്കാണ്. ഈവൻ ഒരു ക്രോസിൻ പോലും അവരെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് മാത്രമാണ് നമ്മുടെ അടുത്ത് വന്നത്. ഇല്ലെങ്കിൽ അപ്പോഴേ ഒക്കെ ആശുപത്രി കൊണ്ടുപോകേണ്ട ഒരു കണ്ടീഷൻ ആയിരുന്നു. അപ്പൊ അതില് ഞാന് പിന്നെ നോക്കി അവരെ കിടത്തി ഒക്കെ പരിശോധിച്ചപ്പോഴത്തേക്ക് പിന്നെ ഭയങ്കരമായിട്ട് വയറങ്ങ് പൊട്ടിപ്പോ. അവർ പറഞ്ഞു എന്റെ വയറ് ഇപ്പൊ പൊട്ടുകയെന്ന് പറഞ്ഞുകൊണ്ടാണ് വിളിക്കുന്നത്. ആ ഒരു സ്വെല്ലിങ്ങും റൂമിനകത്ത് തന്നെ ഛർദിക്കലും എല്ലാം കൂടെ വല്ലാത്തൊരു ഇതായിരുന്നു. ഇവിടുന്ന് പിന്നെ അത് കഴിഞ്ഞപ്പോ അവർക്ക് ഇങ്ങനെ ഓരോ ഛർദിൽ കഴിയുന്നതോറും ഇങ്ങനെ ഹിക്കപ്പ് വന്നോണ്ടേയിരിക്കും. അതും കൂടെ കണ്ട് അത് നോക്കിയപ്പോ ഞാൻ അവരുടെ വയറിലൊക്കെ നോക്കിയപ്പോ ഒരുതരം റെഡ് പാച്ചസ് കാണുന്നു. അപ്പൊ ഇതെല്ലാം കൂടെ വെച്ച് നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് കിട്ടിയ മരുന്ന് ഹയോസിയാമസ. അക്യൂട്ട് ടിംപനൈറ്റിസിനും ഭയങ്കര എഫക്റ്റീവ് ആണ്. ടോക്സിക് ഗ്യാസ്ട്രൈറ്റിസ് എന്നൊക്കെ പറഞ്ഞ് അതിനകത്ത് നമ്മുടെ ബുക്കിനകത്ത് കണ്ടു പിന്നെ നോക്കിയപ്പോ. അപ്പൊ അത് എല്ലാം കൂടെ വെച്ചിട്ട് ഞാൻ ഹയോസിയാമസ് കൊടുത്തു. ഹയോസിയാമസില് നല്ല ഇത് കിട്ടി എനിക്ക് ആ കേസില്. ഞാൻ എന്നിട്ട് അവർക്ക് കൊടുത്തോണ്ട് ഒരു മണിക്കൂറൊന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. നിർത്താതെ ഛർദിക്കുകയും വയറ്റിൽ നിന്ന് പോവുകയും ചെയ്തുകൊണ്ടിരുന്ന. മരുന്നും കഴിച്ചിട്ട് അവിടെ വെളിയിൽ വെയിറ്റ് ചെയ്തപ്പോഴത്തേക്ക് ഏകദേശം 1-1.5 മണിക്കൂറിനകം ഒരു പ്രാവശ്യം ഛർദിച്ചു, ഒരു പ്രാവശ്യം വയറ്റിൽ നിന്ന് പോയതേ ഉള്ളൂ. അവർക്കൊരു പെയിനും ആശ്വാസം കിട്ടിയെന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ ആ മരുന്നിൽ തന്നെ അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് വിട്ടു. ഏതായാലും അത് കുഴപ്പമില്ല. 2 ദിവസം അത് 200 കൊടുത്തത്. ഹയോസിയാമസ് 200, വേറെ ഒന്നും കൊടുത്തില്ല. അത് റിപ്പീറ്റഡ് ആയിട്ട് കൊടുത്തു. അതിനായിട്ട് അപ്പം പിന്നെ ഇനി ഇന്നലെ കഴിഞ്ഞ ആഴ്ച കിട്ടിയ ഒരു കേസ്. അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ല, അല്ലാതെ തന്നെ ഇതുപോലെ ഒരു കേസ് വന്നിട്ട് പിന്നെ അവർക്ക് കണ്ടാൽ തോന്നും പിന്നെ മംസാന്ന്. അവരിങ്ങനെ വന്നുകൊണ്ട് പറഞ്ഞു എനിക്ക് മംസാന്ന് തോന്നുന്നു, തുടങ്ങിയിട്ട് 2 ദിവസമായി, ഭയങ്കര വേദന, വാവർക്കാൻ വയ്യ, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് പേഷ്യൻസ് കൂടുതലായിരുന്ന കാരണം അവിടെ വന്ന് പിള്ളേരോട് പറയുക ചെയ്തത്. അപ്പം ഞാൻ കുട്ടികളോട് പറഞ്ഞത് നോക്ക്, അവരെ ഇടയ്ക്ക് കയറ്റണമെങ്കിൽ കയറ്റാൻ നോക്കാൻ പറഞ്ഞു. പിള്ളേർ നോക്കിയിട്ട് പറഞ്ഞു മംസ് തന്നെയാണ്, പക്ഷെ പിന്നെ നല്ല ഉണ്ട്, വായുടെ അകത്തൊക്കെ അവർക്ക് പൊട്ടലും ഒക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞപ്പം പിന്നെ എനിക്കെന്തോ ഒരു സംശയം തോന്നി. ഞാൻ അവരെ ഇങ്ങനെ അകത്ത് വിളിച്ചു. അവർ നോക്കിയപ്പോഴത്തേക്ക് അത് മംസ് അല്ല.
ഈ താഴെയുള്ള അതായത് നമ്മുടെ ഈ സബ്മാൻഡിബുലർ ഗ്ലാൻസ് എല്ലാം പൊങ്ങിയതായിട്ടിരിക്കുന്നു. ഇവിടോട്ട് അധികം ഇല്ല, ഇങ്ങോട്ടാണ് കുട്ടികൾ. നമുക്ക് കൺഫ്യൂഷൻ തോന്നാം, പക്ഷെ നാക്കൊന്ന് തുറന്നപ്പോഴത്തേക്ക് നാക്കിനടിയിലെല്ലാം നിറച്ചിങ്ങനെ അപ്പസൾസർ അല്ല, പൊങ്ങി പൊങ്ങി നിൽക്കുന്ന മാംസം എല്ലാം ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന പോലെ ഇത്. വാ തുറക്കാൻ വയ്യ, ഭയങ്കര എന്താ ഒരു ഭയങ്കര ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്, അതല്ലാതെ വൈറസ് അല്ല. ഞാൻ പറഞ്ഞു, അപ്പൊ അവര് ഇങ്ങോട്ട് ചോദിക്കുന്നത് ഞങ്ങൾ അനന്തപുരിയിലെ കാണാൻ പോകണം, അവർ അനന്തപുരിക്കാരൻ, അപ്പൊ പോണോ ഉണ്ടായോന്നൊക്കെ ചോദിച്ചു. ഞാൻ ആദ്യം വിചാരിച്ച് പറഞ്ഞു വിടാം, പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, നമുക്കൊരു പിന്നെ മെഡിസിൻ കൊടുക്കാം എന്തായാലും എന്ന് വെച്ചിട്ട് നോക്കി. ഇപ്പൊ ഞാൻ കൊടുത്തത് മെർസോളം പിന്നെ റെസ്റ്റോക്സ് 30 കൂടെ കൊടുത്തു. മെർസോൾ 0/3 റെസ്റ്റോക്സ് 30. എന്തുകൊണ്ട് അങ്ങനെ കൊടുത്തു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, ഞാൻ കൊടുത്തു. കൊടുത്ത് 2 മരുന്നും കൂടെ കൊടുത്ത് എന്തായാലും കൊള്ളാം. രാത്രിയൊക്കെ ആയപ്പോ, ഇത് രാവിലത്തെ കേസായിരുന്നു, പിന്നെ ഉച്ചയായപ്പോ അവരുടെ ഹസ്ബൻഡ് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഡോക്ടറെ കുറച്ചുകൂടെ ഒക്കെ സ്വെല്ലിങ് കൂടി, ഇവിടോട്ടും താഴോട്ടും ഇപ്പുറത്തോട്ടൊക്കെ വരുമ്പോൾ സ്വെല്ലിങ് കൂടി, പെയിൻ ഉണ്ട്. ഞാൻ ചോദിച്ചു പനി എങ്ങനെയുണ്ട്, അപ്പൊ പനിക്ക് കുറവുണ്ടല്ലോ. ഞാൻ പറഞ്ഞു സ്വെല്ലിങ് കൂടിയതിന് കുഴപ്പമില്ല, മരുന്ന് കണ്ടിന്യൂ ചെയ്തോ, മരുന്നൊന്നും മാറ്റണ്ട പറഞ്ഞു. അടുത്ത ദിവസം രാവിലെ വന്ന് പറഞ്ഞു പേഷ്യന്റ് എണീറ്റ് ജോലിയൊക്കെ ചെയ്യുന്നു, സ്വെല്ലിങ്ങും കുറച്ചുണ്ട്, പക്ഷെ പെയിൻ മാറി, വായടകത്തുണ്ടായിരുന്ന ആ സംഭവം ഒക്കെ മാറി എന്ന് പറഞ്ഞു. അത് ഒരു നല്ലൊരു കേസായിട്ട് തോന്നി എനിക്ക്. അത് അത്രയും സ്പീഡി റിക്കവറി കിട്ടിയത്. ഒരു 5 ദിവസമെങ്കിലും പിടിക്കുമെന്ന് ഞാൻ വിചാരിച്ചതാ, പക്ഷെ ആന്റിബയോട്ടിക്സിനൊക്കെ പോയെങ്കിൽ 5 ദിവസം അല്ല അതിനെയും കൂടുതൽ കഴിക്കേണ്ട പോലുള്ള ഒരു കേസായിരുന്നു അത്. അപ്പം നമുക്ക് അതാ വാ തുറക്കാൻ പോലും പറ്റുന്നില്ല, ഭയങ്കര വേദന, ഇവിടൊക്കെ അങ്ങോട്ട് ഇതായിട്ട്. അങ്ങനെ ആ ഒരു കേസ്. പിന്നെ ഇപ്പൊ നമ്മള് പിന്നെ ഏറ്റവും കൂടുതൽ അക്യൂട്ട് കണ്ടീഷനിൽ നമ്മൾ പേടിച്ചോടരുത് എന്നുള്ളതിന്റെ ഒരു തെളിവ്. ആദ്യം ഞാൻ വിചാരിച്ചു വിടാമെന്ന് തന്നെ വിചാരിച്ചു, പിന്നെ വിചാരിച്ചൊരു പരീക്ഷണം നോക്കാം, നമുക്ക് മെഡിസിൻസ് ഉണ്ടല്ലോ നമ്മുടെ ബുക്കിനകത്ത് എഴുതി വെച്ചിരിക്കുന്നതൊക്കെ, എന്തായാലും ഒക്കെ ഒന്ന് പരീക്ഷിച്ചാലല്ലേ പറ്റൂ എന്ന് വിചാരിച്ച് അങ്ങനെ അങ്ങ് കൊടുത്തതാ. അപ്പൊ ഈ ഗ്ലാൻഡ് സ്വെല്ലിങ്ങിന് മെയിനായിട്ടും ഇപ്പൊ ചോദിക്കുക ഏതെങ്കിലും ഒരു മരുന്ന് പോരെ എന്ന് എല്ലാവർക്കും ചോദിക്കാം. മതിയായിരിക്കാം, ഒരുപക്ഷെ റെസ്റ്റോക്സ് മതിയായിരിക്കും. വേറെ സിംറ്റംസ്, മെർസോളിന്റെ സിംറ്റം ഒരു നാക്കിനകത്തൊന്നും അങ്ങനെ അത്ര സലൈവേഷനോ കാര്യങ്ങളോ ഒന്നും കണ്ടില്ല. പക്ഷേ അത് കണ്ടപ്പോ എനിക്ക് പെട്ടെന്ന് മനസ്സിൽ വന്ന മരുന്ന് മെർസോളാണ്. അത് ഞാൻ കൊടുത്തു. അപ്പൊ തോന്നി ഗ്ലാൻഡും ഒക്കെ ഇത്രയും കൂടി പനിയും ഒക്കെ ഉണ്ട്, എന്നാ റെസ്റ്റോക്സ് കൂടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് അതും കൂടെ കൊടുത്തത്. അപ്പൊ എന്തായാലും രണ്ടും ഏതാണ് ആക്ട് ചെയ്തതെന്ന് പറയാൻ അറിഞ്ഞൂടാ, 2 മരുന്നും ഒരുമിച്ച് ആക്ട് ചെയ്യുമോന്നും പറയാൻ അറിയത്തില്ല. ഇതൊന്നും നമ്മുടെ ഹോമിയോപ്പതിക്ക് നിരക്കുന്നതല്ല, എന്നാലും നമുക്ക് പിന്നെ നമുക്കതിനൊരു ഒന്നും പറയാനൊക്കത്തില്ല. പക്ഷെ പേഷ്യന്റ് സുഖമായി എന്നുള്ളത് മാത്രം നമ്മൾ നോക്കിയാൽ മതി എന്റെ കാര്യം. അതുപോലെ തന്നെ ഒരു നോൺ ഹീലിംഗ് അൾസർ ആംഗിൾ ജോയിന്റിൽ ഉണ്ടായിരുന്നു. അത് ശരിക്കും അതൊരു ഓസ്റ്റിയോമലേഷ്യ പോലെ തന്നെ അങ്ങ് നല്ലപോലെ കുറെ കാലമായിട്ട് അവരെ ഇതായിക്കൊണ്ടിരിക്കുന്ന ഒരു കേസ്. അതിൽ ഞാനിങ്ങനെ നോക്കിയത് നോൺ ഹീലിംഗ് അൾസർ ഉണ്ട് ആംഗിൾസ് എന്ന് പറഞ്ഞ് നമ്മുടെ റെപ്പർട്ടറിയിൽ ഒരു മെഡിസിനെ കണ്ടുള്ളൂ, ആംഗസ്റ്റൂറ വേറ. ഭയങ്കര ആക്ഷൻ ആയിരുന്നു കേട്ടോ. അത് 30 പൊട്ടൻസി കൊടുത്തു, നല്ലപോലെ ഡ്രസ്സിങ്ങും കൊടുത്തു, വളരെ പെട്ടെന്ന് ആ അൾസർ ഹീലായി. അങ്ങനെ മെഡിസിൻ ഒന്നുകൂടെ പറയാമോ? അംഗസ്റ്റൂറ വേറ, അംഗസ്റ്റൂറ. അതിനൊരു സ്പെല്ലിംഗ് ANGUSTURA, അംഗസ്റ്റൂറ. ആ മെഡിസിൻ ഒരു പ്രത്യേകത ഉണ്ട്, ഇറസിസ്റ്റബിൾ ഡിസയർ ഫോർ കോഫി. കോഫിയോട് ഇത്ര ഇഷ്ടമുള്ള ഒരു മെഡിസിനാ അത് മാത്രമേ ഉള്ളൂ. പിന്നെ പൊട്ടൻസി ഏതാ കൊടുത്തത്? 30 കൊടുത്തത്, 30. അതുപോലെ നമ്മൾക്ക് സാധാരണ എപ്പോഴും നമ്മൾ വിളിക്കുന്ന പിന്നെ ഫീവർ ബ്ലിസ്റ്റേഴ്സ്, പനി കഴിഞ്ഞാൽ മിക്കവാറും ചിലരൊക്കെ ചുണ്ടില് ഇതും കൊണ്ടുവരുമല്ലോ. ഏതാ മെഡിസിൻ കൊടുക്കാൻ അറിയാം?
നേട്രമ്യൂറിൽ നമ്മൾ ഫീവർ ബ്ലിസ്റ്റേഴ്സ് നേട്രമ്യൂറിന്റെ ഒരു പ്രത്യേകതയുണ്ട്. അത് നല്ല പേള് പോലെ ഇരിക്കുന്നതിനാണ് നേട്രമ്യൂർ മാത്രമുള്ള മെഡിസിൻ. പിന്നെ ലുക്ക് ലൈക്ക് പേഴ്സ് എന്ന് തന്നെ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ ആഫ്റ്റർ ഫീവറിൽ ഇങ്ങനെ നിൽക്കുവാണെങ്കിൽ ഏറ്റവും നല്ല മെഡിസിൻ സ്പോഞ്ചിയയാണ്. ഈ നേട്രമ്യൂറിനേക്കാൾ ആക്ഷൻ സ്പോഞ്ചിയയ്ക്ക് വരുന്നുണ്ട്. നേട്രമ്യൂറിന്റെ ആക്ഷൻ കിട്ടുന്നില്ലെന്ന് ഞാൻ പറയത്തില്ല. അത് ഈ പേള് പോലെ ഇരിക്കുന്നതാണെങ്കിൽ നമുക്ക് എളുപ്പം ആക്ഷൻ കിട്ടും. അല്ലാതെ കിട്ടണമെങ്കിൽ സ്പോഞ്ചിയ, ആഫ്റ്റർ ഫീവറിന് സ്പോഞ്ചിയ പ്രീമാർക്ക് റെമഡിയ. അതുപോലെ ഫീവർ ബ്ലിസ്റ്റേഴ്സിന് ക്രോട്ടൻഡിക് നല്ലതാ. ഗ്രാഫൈറ്റിസ് നേട്രമ്യൂർ, റെസ്റ്റോക്സ്, ലാക്കനൈനം. ഭയങ്കര ചൊറിച്ചിലും കൂടെ ഉണ്ടെങ്കിൽ അർട്ടിക്കയൂറൻസ്. ഫീവർ ബ്ലിസ്റ്റേഴ്സ് വിത്ത് ചൊറിച്ചില്, ഇച്ചിങ്. അത് ഏത് പൊട്ടൻസി? അർട്ടിക്കയൂറൻസ് 30. പിന്നെ ചെറിയ രീതിയിൽ സ്മോൾ ബ്ലിസ്റ്റേഴ്സ് ആയിട്ടാണ് വരുന്നതെങ്കിൽ അതിന്റെ മെഡിസിൻ പിന്നെ കാൽക്കറിയ ഫ്ലോർ. അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു കേസ് അല്ലേ ഹെർപ്പസ് ലേബിയാലിസ്. അതിങ്ങനെ ഹെർപ്പസ്, അതിനൊരു എക്സ്റ്റേണൽ മെഡിസിൻ ഉണ്ട്, അറിയാമോ? ആർക്കെങ്കിലും അറിയാമോ? ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിൽ ഇടണേ. ചാറ്റ് ബോക്സിൽ ഇട്ടെ. നമ്മുടെ ബുക്കിനകത്ത് അതുപോലെ എഴുതി വെച്ചിട്ടുണ്ട്, ഒരു ഡ്രോപ്പ് എക്സ്റ്റേണലി. മെഡിക്കി ആശ്രയിപ്പിക്കും. കാപ്സിക്കം നല്ല ആക്ഷനാണ്. മെഡിസിൻ ഇന്റേണൽ കൊടുക്കാനുള്ളത് ആഴ്സാൽബ് കൊടുക്കാം, അത് സിംറ്റം അനുസരിച്ച്. നേട്രം, കാർബ്, സെപ്പിയ, ഇത് 3 മരുന്നുമാണ് ആയിട്ടുള്ളത്. പക്ഷെ എക്സ്റ്റേണൽ ക്യാപ്സിക്കം. ടിഞ്ചർ, മദർ ടിഞ്ചർ ഒരൊറ്റ ഡ്രോപ്പ് എടുത്ത് അവിടെ വെക്കുക. നല്ല ഒരു നീറ്റല് നീവും, അയ്യോ എന്ന് വിളിക്കും. പക്ഷെ പിറ്റേ ദിവസം അടുത്ത ദിവസം അത് പോയിരിക്കും. നല്ല ആക്ഷനാ. ഇത്രയൊക്കെ ഞാൻ നോക്കിയുള്ളൂ. നമുക്ക് ഇതിൽ കിട്ടിയതിന് ബാക്കി നിങ്ങൾ എന്നോടൊപ്പം അല്ലേ നമുക്ക് സംസാരിക്കാം. അപ്പൊ ആർക്കെങ്കിലും മാഡത്തിനോട് എന്തെങ്കിലും ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാം. അതുവരെ ഞാൻ കാര്യം ചോദിച്ചോട്ടെ. അറിയാവുന്നതാണ് പറഞ്ഞുതരാം. ക്രോണിക് ടോൺസിലൈറ്റിസിന് ഏത് രീതിയിലാ? ക്രോണിക് ടോൺസിലൈറ്റിസിൽ നമ്മൾ ആദ്യമേ എനിക്ക് മെയിൻ ആയിട്ട് നമുക്ക് എയ്ലാന്തസിന് നല്ല ആക്ഷനാണ്. ക്രോണിക് ടോൺസിലൈറ്റിസ്, എയ്ലാന്തസ്, കാൽക്കേറിയ കാർബ്, ബെറൈറ്റ കാർബ്, ഇതൊക്കെ. ബെറൈറ്റ അയഡേറ്റ് ഉണ്ടല്ലോ, ബെറൈറ്റ അയഡേറ്റ് 1 ml മെഡിസിൻ ഒരു വീക്ക്ലി വൺസ് ഇത് കൊടുത്തിട്ട് നമുക്ക് പിന്നെ ലോ പൊട്ടൻസി ഇത് എയ്ലാന്തസ് കൊടുത്തിരുന്ന ഈ ഫോളിക്കുലാർ ടോൺസിലൈറ്റിസ് ഒക്കെ വന്നിങ്ങനെ ഫോളിക്കിൾസ് എല്ലാം വന്ന് കട്ട ടോൺസിലോ ലിത്ത് ഒക്കെ നിൽക്കുന്ന കണ്ടീഷനിലൊക്കെ നമുക്ക്. അതുപോലെ തന്നെ കാൽക്കേറിയ കാർബും അത് കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കി ഒരു മെഡിസിൻ കൊടുക്കുക. അതൊന്നും ഇല്ലാതെ കൊടുക്കാൻ നോക്കുന്നതാണ് ബെറൈറ്റ അയഡൈഡ്, ബെറൈറ്റ കാർബ്. കൊച്ചുങ്ങളുടെ നോക്കി കാൽക്കേറിയ ഫോസ്. ഏതാണെങ്കിലും എന്തോ എയ്ലാന്തസ് പൊട്ടൻസി 30. ടിഞ്ചർ കൊണ്ട് ഗാർഗിൾ ചെയ്യിപ്പിക്കാം. അക്യൂട്ടായിട്ട് ഇൻഫെക്ഷൻ വരുമ്പോഴും ഞാൻ അതിന് ഗാർഗിൾ ചെയ്യാൻ കൊടുക്കുന്നത് എയ്ലാന്തസ് ടിഞ്ചറാണ്. നല്ല വിലയാണ്. ബെറൈറ്റ കാർബൊക്കെ വണ്ണമാണോ? ബെറൈറ്റ കാർബൊക്കെ വണ്ണമാണ്. കാൽക്കേറിയ കാർബ് അത് നമ്മള് കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കി കണ്ടുപിടിക്കണം. വെണ്ണമൊക്കെ കൊടുക്കുന്നത്. അത് വീക്കിലി വൺസ് വരെ കൊടുക്കാം വേണമെങ്കിൽ.
വീക്ക്ലി വൺസ് അത് കൊടുത്തിട്ട് പിന്നെ നമ്മുടെ ബയോകെമിക് കോമ്പിനേഷൻ 10 ഉണ്ടല്ലോ, ബൈക്കോ 10, അത് അങ്ങ് റെഗുലറായിട്ട് കൊടുത്താൽ നല്ല ഇതാണ്. നല്ല ഹാർഡ് സ്വെല്ലിംഗ് ആണെങ്കിൽ നമുക്ക് കാൽക്കറിയ ഫ്ലോറും കൊടുക്കാം. ഇങ്ങനെ തിങ്ങി നിൽക്കുന്ന ആ വലിപ്പം കൂടെ കുറയുമല്ലോ അല്ലേ? വലിപ്പം കുറയും. തിങ്ങി നിൽക്കുന്ന അല്ല, കിസ്സിങ് ടോൺസിൽസിന് പോലും നമുക്ക് പിന്നെ ഇത് കൊടുത്ത് ചുരുക്കി മാറ്റിയെടുക്കാം. കാരണം ശരിക്കും നമുക്കത് നല്ലപോലെ കുറഞ്ഞങ്ങ് ഇല്ലാതായിട്ടുണ്ട്. ഒരുപാട് കേസസ് അങ്ങനെ നമ്മൾ ചെയ്ത് കംപ്ലീറ്റ് സർജറി വേണമെന്നും പറഞ്ഞ് വരുന്ന ഒത്തിരി കേസസിൽ നമുക്ക് നോക്കുമ്പോൾ കുട്ടികൾക്ക് ഇത് രണ്ടും കൂടെ വന്ന് യുവളായുമായിട്ട് ഇടിച്ചത് എങ്ങനെ കിസ് ചെയ്തിരിക്കുന്ന പോലത്തെ ടോൺസിൽസ് പോലും നമുക്ക് മരുന്ന് കൊടുത്ത് മാറ്റി ഒരു സർജറി ഇല്ലാതെ മാറ്റിയെടുക്കാം. അത് കോൺസ്റ്റിറ്റ്യൂഷനിൽ കണ്ടുപിടിച്ച് അത് കൊടുക്കണം. അത് മിക്കവാറും കാൽക്കേറിയ കാർബായിരിക്കാം, അല്ലെങ്കിൽ സൈലീഷ്യ ആയിരിക്കാം, അല്ലെങ്കിൽ ട്യൂബർകുലൻ ആയിരിക്കാം. അപ്പൊ അതിലേതാണ് എന്നുള്ളത് നമ്മൾ പിന്നെ കണ്ടുപിടിക്കണം, അത് നോക്കണം. അത് കണ്ടുപിടിച്ച് ആ മെഡിസിനാണ് ഹയർ പൊട്ടൻസി കൊടുക്കേണ്ടത്. പിന്നെ ഫോളോ ആയിട്ട് ഇതുപോലെ ബൈക്കോ 10 കൊടുക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ ഇതൊക്കെ എന്താന്ന് വെച്ചാൽ അങ്ങനെ ഇതുപോലെ ചെറിയ മെഡിസിൻസ് ആണ് കൊടുക്കുന്നത്. ഈ അഡിനോയിഡും കൂടെ ഉണ്ടല്ലോ, രണ്ടും കൂടെ. അഡിനോയിഡ് ഇതൊക്കെ തന്നെ മെഡിസിൻസ്. അഗ്രാഫിസോ ഇവിടെ കാൽക്കേറിയ ഫ്ലോറ് 6x അല്ല, ഞാൻ മറ്റേ പൊട്ടൻസി കൊടുക്കും, മറ്റേ 30. അപ്പോഴത്തേക്ക് പിന്നെ നൈസൽ പോളിപ്പും കൂടെ ഒക്കെ ആണെങ്കിൽ സാങ്കുനേറിയ നൈട്രിക്ക, ഫോമിക്ക റൂഫ, ഇങ്ങനെ ഇതുപോലെ പോളിപ്പിന്റെ മെഡിസിനും എന്താന്ന് വെച്ചാൽ അതൊക്കെ അങ്ങനെ ആഡ് ചെയ്യും. ആർക്കെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യണേ. സമയം ആദ്യമേ തന്നെ അങ്ങ് ചോദിക്കുവാണെങ്കിലേ. ഒരുപാട് പേര് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഉണ്ടോ? അയ്യോ ലത, ഡോക്ടർ ലത, ഡോക്ടർ ജയചന്ദ്രൻ ഒക്കെ ഹാൻഡ് റൈസ് ചെയ്ത്. അയ്യോ, എനിക്ക് ഫോണിൽ കണ്ടില്ല, അതാണ്. അപ്പൊ ലത ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്തേ. നന്ദി മറിയാമ്മ ഡോക്ടറെ. നമസ്കാരം ഡോക്ടറെ, ഭാഗ്യലക്ഷ്മി ഡോക്ടറെ. നമസ്കാരം. നമസ്കാരം. എനിക്ക് ചോദിക്കാനുള്ളത്, കണ്ണില് റെറ്റിനയ്ക്ക് വരുന്ന ചില മാറ്റങ്ങൾ കൊണ്ട് ഈ ഫ്ലോട്ടേഴ്സ് കാണുമല്ലോ, കണ്ണിലിങ്ങനെ ബ്ലാക്ക് കളറിലെ ഫ്ലോട്ടേഴ്സ്, പിന്നെ ഇങ്ങനെ വേംസ് പോലത്തത്, പിന്നെ വെള്ള കളറിലെ ഫ്ലോട്ടേഴ്സ്, ഇങ്ങനെ കണ്ണിന്ന് ഇങ്ങനെ പോകുന്നത് പോലെ, ഇങ്ങനെ റൗണ്ട് ഷേപ്പില്. അതിനുള്ള മെഡിസിൻ ഏതൊക്കെയാണെന്നൊന്ന് പറഞ്ഞു. അതില് ഒന്നാമത്തെ മെഡിസിൻ സൈക്ലമൻ, രണ്ടാമത്തെ മെഡിസിൻ ജബറാന്തി, പിന്നെ ചിന്നിനം സൾഫാണെന്ന് തോന്നുന്നു, എനിക്ക് നല്ല ഓർമ്മയില്ല. അല്ല, കാർബോണിയം സൾഫ്. ചെന്നിനം സൾഫ് അല്ല, കാർബോണിയം സൾഫ്. ഇതൊക്കെയാണ് ഇപ്പൊ കൂടുതൽ ഇപ്പൊ ഓർക്കുന്നില്ല. ഫ്ലോട്ടേഴ്സ് പോകുന്നത്, പിന്നെ ഫോസ്ഫറസ്, പിന്നെ ഈ പറഞ്ഞ ഇങ്ങനത്തെ ഒക്കെ ഉള്ള കണ്ടീഷൻസിന് എന്തൊക്കെ നമ്മൾ നോക്കിയാലും കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ കണ്ടുപിടിച്ച് അതുകൊണ്ട് കൊടുത്തോണ്ട് വേണം ഇതുപോലൊക്കെ ഉള്ള. പിന്നെ കാലി ബൈക്കിനുണ്ട്, കാലി ബൈക്ക്. പിന്നെ എനിക്ക് തോന്നുന്നു ഒനസ്മോഡിയത്തിനും ഉണ്ടോ എന്നൊരു സംശയം, എനിക്കത് ഉറപ്പിച്ച് പറയാനൊക്കുന്നില്ല. ഒനസ്മോഡിയം കണ്ണിന് നല്ലതാണ്. കണ്ണിന്റെ ഉണ്ടോ എന്ന് പറയാൻ ഓർക്കുന്നില്ല. ഇത്രയൊക്കെ മരുന്ന് ഇപ്പൊ ഓർമ്മ വരുന്നുണ്ട്. സൈക്ലാമിൻ എനിക്ക് നല്ല ആക്ഷൻ കിട്ടിയിട്ടുള്ള മരുന്ന്. 30. ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ഈ പൊട്ടൻസി സെലക്ട് ചെയ്യുമ്പോൾ ഡോക്ടർ കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് എങ്ങനെയാ കൊടുക്കുന്ന? 30, 200, 100 എന്നൊക്കെ ഇപ്പൊ പറഞ്ഞല്ലോ പല കേസിലും. ചിലത് 200 ആണ് പ്രിഫർ ചെയ്തത്, ചിലത് 30 ആണ്. അപ്പൊ അതിന് നമ്മൾ എന്താണ് ഡോക്ടർ കൺസിഡർ ചെയ്യുന്നത്? അങ്ങനെ കൺസിഡറേഷൻ അല്ല, ഞാനത് നമ്മൾ പഠിച്ചപ്പോ
ഇപ്പൊ റെസ്റ്റോക്സ് വണ്ണം ഞാൻ പറഞ്ഞു അപ്പൻഡിസൈറ്റിസിന് അതാണ് വേണ്ടതെന്ന്. അത് നമ്മൾ എവിടെയോ വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ഈ ജേർണൽസിൽ നിന്നൊക്കെ കിട്ടിയിട്ടുള്ള, അപ്പൊ അത് കൊടുക്കുമ്പോൾ അതിനകത്ത് ആക്ഷൻ കിട്ടിയതുകൊണ്ട് അങ്ങനെയല്ല. എനിക്ക് പൊട്ടൻസി സെലക്ഷൻ പേഷ്യന്റിന്റെ സസെപ്റ്റബിലിറ്റി എന്നൊക്കെ പറഞ്ഞ് മോർഗനോണിലൊക്കെ പഠിച്ചല്ലോ. പക്ഷെ അതൊന്നും അതൊക്കെ എത്രത്തോളം എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചിലപ്പം അവൈലബിൾ പൊട്ടൻസി ഈസ് ദ ബെസ്റ്റ് പൊട്ടൻസി. നമ്മുടെ കയ്യിൽ ഇപ്പൊ 200 ഉള്ളെങ്കിൽ അത് കൊടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഇന്നത് ചില കേസസിലുണ്ട് കേട്ടോ, നമുക്ക് പിന്നെ ഇത് 30 നല്ലത് എന്നുള്ളതൊക്കെ ഉള്ളത് വെച്ചിട്ട്. പിന്നെ എല്ലാം ഇതിനകത്തും ചെറിയ ചെറിയ പൊട്ടൻസീസിന് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് പോകുമ്പോൾ ചെറിയ പൊട്ടൻസിയാണ് നല്ലതെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളത് വെച്ചിട്ട് അങ്ങനെയൊക്കെ സെലക്ട് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അതിനകത്ത് കൂടുതൽ ഇപ്പൊ അത്രയ്ക്ക് സ്പെസിഫിക് ചെയ്ത് ബോസോളജി പറഞ്ഞു തരാൻ എനിക്ക് അറിഞ്ഞൂടാന്നല്ല, അത് നമ്മൾ പ്രിപ്പയർ ചെയ്യണം അങ്ങനെയൊക്കെ ആയിട്ട്. അല്ലാതെ നമ്മൾ ഈ രീതിയിലൊക്കെ തന്നെയാണ് ഞാൻ പണ്ടൊക്കെ, ഇപ്പം വായിക്കാറില്ല, പണ്ടൊക്കെ ഒരുപാട് മാഗസിൻസിലൊക്കെ നല്ല ഇതുപോലെ മറ്റേ നാഷണൽ ജേർണൽ ഓഫ് ഹോമിയോപ്പതി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മാഗസിൻസ് ഒക്കെ അന്ന് ഒരുപാട് വായിക്കുമായിരുന്നു. അന്ന് അവിടുന്നൊക്കെയാണ് ഇതുപോലെ ഓരോ കേസസിന്റെയും നമുക്ക് ഇത് കിട്ടിയിട്ടുള്ളത്. ക്ലൂ ഒക്കെ കിട്ടുന്ന അവിടുന്ന് തന്നെയാ. അതിൽ ഇതൊക്കെ കിട്ടുക അവരൊക്കെ എക്സ്പീരിയൻസ് ആണല്ലോ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അത് നമ്മൾ ഫോളോ ചെയ്ത് അങ്ങനെ. ഇപ്പൊ ജേർണലൊന്നും കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല, വായിക്കുന്നുമില്ല. പിന്നെ മറ്റേത് അതാ അതിന്റെ കാര്യം. താങ്ക് യു ഡോക്ടറെ. താങ്ക് യു. താങ്ക് യു. ഇനി അടുത്ത ജയചന്ദ്രൻ ഡോക്ടർ. ഡോക്ടർ ജയചന്ദ്രൻ എന്താ പറയുന്നു? ഡോക്ടറെ സുഖമാണല്ലോ? സുഖമായിട്ടിരിക്കുന്നു. നാഷണൽ സെമിനാറിന് കണ്ടായിരുന്നു, തമ്മി കാണാൻ പറ്റിയില്ല. കണ്ടായിരുന്നു. ഞാൻ കണ്ടായിരുന്നു. തമ്മി കണ്ട് സംസാരിക്കാൻ പറ്റിയില്ല. ഡോക്ടറെ ഈ ടോൺസിലൈറ്റിസിന്റെ കഥ പറഞ്ഞല്ലോ. അപ്പം ഈ ക്രോണിക് ഫാരിഞ്ചൈറ്റിസ് വന്നാൽ നമുക്ക് ഏതൊക്കെ മരുന്നുകളാണ് ചിന്തിക്കാൻ? ക്രോണിക് ഫാരിഞ്ചൈറ്റിസിന്റെ വൈദ്യ നല്ല മെഡിസിനാ. പിന്നെ ഇതേ പറഞ്ഞ പോലെ ഫോസ്ഫറസ്, പിന്നെ ഈ പറഞ്ഞ കാലിമൂറ്, അതൊക്കെ നല്ല നല്ല മെഡിസിൻസാ. പിന്നെ അങ്ങോട്ട് പിന്നെ ഹെപ്പാറ് നല്ല മരുന്നാ. ഹെപ്പാറുണ്ട്, സ്പോഞ്ചിയ ഹെപ്പാറ്, സ്പോഞ്ചിയ ഒക്കെ നല്ല പിന്നെ നല്ല ആക്ഷൻ കിട്ടുന്ന. അതിലും ഈ ക്രോണിക് ആയിട്ട് ഏത് സംഭവമാണെങ്കിലും ക്രോണിക്ക് നമ്മൾ അതെടുക്കേണ്ടത് കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ തന്നെയാണ്. അത് ഹയർ പൊട്ടൻസി പോകണമെന്നുള്ളത് ഒരു മസ്റ്റാണ്. അല്ലാതെ എന്ത് കൊടുത്താലും ക്രോണിക് ഒരു കാര്യങ്ങളും പോകത്തില്ല. അതൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് അതിൽ വെക്കണം. അതിന്റെ എന്റെ അനുഭവത്തിൽ ഞാൻ ചില കേസുകളിൽ ഇതുപോലെ വരുമ്പോഴത്തേക്ക് ഞാൻ വേസ്റ്റ് ഉപയോഗിച്ചിട്ട് പൽപ്പൊടി ഇത് ഉമിക്കരിയെല്ലാം ഉപയോഗിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ തണുത്ത ആഹാരം ഒന്നും, തൊണ്ടയിൽ കൂടെ തണുത്ത ഒന്നും പോകരുത്. പിന്നെ അധികം എരി പുളി ഉപയോഗിക്കരുത്. വേസ്റ്റ് നിർത്തിയിട്ട് നിങ്ങൾ ഉമിക്കരി ഉപയോഗിക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ നല്ല റിലീഫ് കിട്ടിയതായിട്ട് എനിക്ക് അനുഭവമുണ്ട്. ചോദ്യം വന്നിട്ടുണ്ട്. ഹലോ. റിപ്പീറ്റഡ് ത്രോട്ട് ഇൻഫെക്ഷൻസ് വരാനാണെങ്കിൽ നമുക്ക് ഇതുപോലെ മെർസോള്, സൈലീഷ്യ, പിന്നെ ഫോസ്ഫറസ്, ഹെപ്പാറ്, അതൊക്കെ തന്നെ. അത് നോക്കിയിട്ട് ആ ഇൻഫെക്ഷന്റെ ഇത് മാറ്റി കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അക്യൂട്ടായിട്ടാണ് അപ്പൊ ഏത് മെഡിസിനാണ് അതിനന്ന് ആപ്റ്റ് വരുന്നതെന്ന് വെച്ചാൽ അത് നോക്കിയിട്ട് കൊടുക്കുക. ഇപ്പം അതേ മാർഗമുള്ളൂ. തണുത്തത് കഴിക്കരുതെന്നുള്ളത്, എരിവും പുളിയില്ലാത്ത ആഹാരം കഴിക്കുന്ന നല്ലതാണെന്ന് പറയുന്നുണ്ട്. അതെ, ചിലർക്ക് എരിവ് ചെല്ലുമ്പോഴാ സുഖം ഡോക്ടറെ. അതുകൊണ്ട് ഞാൻ നല്ലോണം എരിവ് കഴിക്കുമെന്ന് ഒരു പറയും. തൊണ്ടയിടൊക്കെ അതോടെ എരിവ് ഇങ്ങനെ പോകുമ്പോ ഒരു നല്ല സുഖം കിട്ടുമെന്ന് പറയും. നമ്മുടെ മരുന്ന് പെട്ടെന്ന് സ്പീഡ് ആക്ട് ചെയ്യുന്നതിന് ഡയറ്റ് ചെറിയ വ്യത്യാസങ്ങൾ നന്നായിരിക്കും.
ഇല്ല, അതിന് എൻ്റെ ഒരു അനുഭവം ഉണ്ടേ. ഡോക്ടർ അനിൽകുമാറാണ്. ആ പണ്ട് നമ്മുടെ മോഹൻകുമാർ ഡോക്ടർ പറഞ്ഞൊരു ടിപ്പാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയത്. എത്ര ഇതുവരെ മാറാതെ തൊണ്ടവേദനയാണെങ്കിലും വീണ്ടും റിക്കറൻസ് തടയാൻ ഹെപ്പാർസെപ്റ്റെന്നം 1 ഡോസോ 2 ഡോസോ ആ പിടിച്ച് കെട്ടിയ പോലെ സ്റ്റോപ്പ് ആവും. റിക്കറൻസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എല്ലാവരും. അനിലെ കാണുന്നില്ലല്ലോ നിന്നെ. ഞാൻ വേറെ സ്ഥലത്തിരിക്കുകയാണ്. ആ. ഹെപ്പാർസെപ്റ്റെന്നം ടോൺസിലൈറ്റിസ് കൂടെ ഉദ്ദേശിച്ചാണോ? ഫാരഞ്ചൈറ്റിസ് ഒക്കെ അതായത് പറയും തൊണ്ടവേദന ഇങ്ങനെ കൂടെ വരും, ഭയങ്കര പ്രശ്നമാണ് എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ നമ്മളെ ഇൻഡിക്കേറ്റഡ് മെഡിസിന്റെ ഇടയിൽ കൂടെ ഇന്റർകറന്റ് ആയിട്ട് ഹെപ്പാർസെപ്റ്റെന്നം. അത് അദ്ദേഹം പുള്ളി മരിച്ചുപോയി. നമ്മുടെ ഡോക്ടർ മോഹൻകുമാറിന് നമ്മുടെ പഴയ ആൾക്കാർക്കൊക്കെ അറിയാം. നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ഡോക്ടറായിരുന്നു. അദ്ദേഹം പറഞ്ഞിട്ട് ട്രൈ ചെയ്തതാണ്. കൊല്ലങ്ങൾക്ക് മുമ്പേ പറഞ്ഞതാണ്. എപ്പോഴോ കാറിൽ യാത്ര ചെയ്തപ്പോ പറഞ്ഞതാണ്. ട്രൈ ചെയ്തിട്ട് ഭയങ്കര റിസൾട്ടാണ്. കൊടുത്തു നോക്കാം. അക്യൂട്ട് കണ്ടീഷനിലുണ്ടല്ലോ ഹെപ്പാർടെന്നം നല്ല. അതെ ഉണ്ട്. പക്ഷെ അക്യൂട്ട് കണ്ടീഷൻ ഇത് ഇപ്പം ജയചന്ദ്രൻ ഡോക്ടർ പറഞ്ഞല്ലേ കൂടെ വരും. അത് തടയാൻ പറ്റുമെന്നാണ് ചോദ്യം. തടയാൻ പറ്റും. തടയാൻ പറ്റുന്നതിന് ഒരു കുഴപ്പമില്ല. തടയാൻ പറ്റും, 100% തടയാൻ പറ്റും. പിന്നെ ഒരു അന്നത്തെ മരുന്ന് കഴിച്ചതിന് ശേഷം പിന്നെ തൊണ്ടവേദനയെ ഉണ്ടായിട്ടില്ല എന്ന് പറയും. അതിന് നമ്മുടെ ഹോമിയോപ്പതിയുടെ ഒരു മിറക്കിൾ സംഭവമാണ് ഹെപ്പാർസെപ്റ്റെന്നം. നന്ദി ഡോക്ടറെ. ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഡയബറ്റിക് അൾസർ ഒരുപാട് മരുന്നുകളുണ്ട്. ഈ പറഞ്ഞ എല്ലാ മരുന്നുകളും ഡയബറ്റിക് അൾസറിന് യൂസ് ചെയ്യാം. പക്ഷെ മെയിനായിട്ട് നമ്മള് പിന്നെ ഞാൻ കൊടുക്കുന്ന മരുന്നുകൾ അത് അൾസറിന്റെ പെയിനും ബേണിങ് സെൻസേഷൻ അതൊക്കെ നോക്കി ആഴ്സാൽബ് കൊടുക്കും, ഹെപ്പാർ കൊടുക്കും, മെപ്സോൾ കൊടുക്കും, അങ്ങനെ എല്ലാം കൊടുക്കുന്നെങ്കിലും ഞാനത് ഡ്രസ്സിങ്ങിന് ഞാൻ ഈ പറഞ്ഞതുപോലെ ഡയബറ്റിക് ഒരുപാട് കൂടുതലാണ് സിസീരിയം ഇട്ടുവരെ ഡ്രസ് ചെയ്യും. കലണ്ടുല പ്ലസ് സിസീരിയം അല്ല എന്നുണ്ടെങ്കിൽ അല്ലാതെ ടിപ്പിക്കലായിട്ട് എൻ്റെ അതെല്ലാം മറ്റേ MCH മെറിസ്റ്റിക്ക കലണ്ടുല പിന്നെ ഹൈപ്പറിക്കം അത് പണ്ട് ഞാനിവിടെ പ്രസന്റ് ചെയ്തിട്ടുള്ള ആ കേസ് MCH ഇട്ടാണ് നമ്മൾ നിൽക്കുന്നത്. അത് നല്ലപോലെ അതില് പക്ഷെ ഈ കൂടുതൽ ആൾക്ക് ഇത് പ്രശ്നം പറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഞാന് ഗൺ പൗഡർ ഡോസ് ഇടും. വെരിക്കോസ് അൾസർ ആണെങ്കിൽ അത് ഇടാൻ പാടില്ല. അല്ലാതെ വേറെയുള്ള അൾസേഴ്സിനാണെങ്കിൽ നമുക്ക് ഗൺ പൗഡർ 3x വെച്ച് ഡ്രസ് ചെയ്യാം. വെരിക്കോസ് അൾസറിൽ അത് ചെയ്യാൻ പാടില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യണേ. ഡോക്ടർ ഏലിയമ്മ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ ഏലിയമ്മ. ഏലിയമ്മ ഡോക്ടർ അൺമ്യൂട്ട് ചെയ്തേര്. ഏലിയമ്മ ഡോക്ടർക്ക് അൺമ്യൂട്ട് ചെയ്യാം. ഹലോ, കേൾക്കുന്നുണ്ടല്ലോ? കേൾക്കുന്നുണ്ട്. ഞാന് ഇതുവരെ പറഞ്ഞതിന് വിരുദ്ധമായ ഒരു കാര്യം പറയാൻ വേണ്ടിയാ വിളിച്ചത്. അതായത് എനിക്കൊരു ക്രോണിക് പാരഞ്ചൈറ്റിസ് കുറെ വർഷം മുമ്പ് ഒരു കേസ് വന്നു. ആ പയ്യൻ അന്നേരം ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കുന്ന ഒരു സമയം, അതായത് 10-20 വയസ്സ് മേലെ ഉണ്ട്. എൻ്റെ മകളുടെ ക്ലാസ്മേറ്റാ. അപ്പോൾ എന്നും ഇയാൾക്ക് തൊണ്ടവേദനയായിട്ട് ഇടയ്ക്കിടയ്ക്ക് ക്ലാസ്സിൽ വരായിരിക്കും. അമ്മയുടെ ജോലി വല്ല ഹോമിയോ മരുന്നുണ്ടോ? എനിക്കിത് എൻ്റെ കുട്ടിക്കാലത്ത് തുടങ്ങിയതാണ്. അപ്പോൾ അവനങ്ങാട് എൻ്റെ അമ്മയുടെ ടീച്ചറാ. അവൻ അസുഖം വരുമ്പോൾ അമ്മയെ അവധിയെടുക്കും. അതുപോലെ കൊച്ചുനാൾ തൊട്ട് തുടങ്ങിയതാ. എന്തെല്ലാം മരുന്ന് കഴിച്ചിട്ട് യാതൊരു മാറ്റമില്ല. ഞാനവിടെ പറയുന്ന സമയത്ത് അവൻ്റെ ചേട്ടൻ MD ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, കൂട്ടത്തിൽ ഒന്നിച്ച് താമസിക്കും. ചോദിച്ചു, എനിക്ക് ഒരു സിംറ്റം കിട്ടിയത്, ഞാൻ ആദ്യം പർസൽഫാണ്ട് കൊടുത്തെന്ന് തോന്നുന്നു. പിന്നെ പ്രത്യേകം പഠിച്ചിട്ട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത്, എനിക്ക് തണുത്ത സാധനങ്ങൾ അങ്ങോട്ട് കഴിക്കുകയാണെങ്കിൽ, ഐസ് പോലെ സാധനങ്ങൾ കഴിക്കുകയാണെങ്കിൽ ഭയങ്കര സുഖമാണെന്ന് പറഞ്ഞു. ഞാനത് കേട്ടോണ്ട് ലാക്കനൈനം കൊടുത്തു. ലാക്കനൈനം നേരത്തെ
കുറച്ചുനാൾ കൊടുത്തു, അവന് 35 ആണോ ആക്കി കാണുമെന്ന് തോന്നുന്നു, കൃത്യം ഞാൻ ഓർക്കുന്നില്ല. ഏതായാലും ഒരു 1 or 2 months അവൻ്റെ എല്ലാം പോയി. എല്ലാം പോയെന്ന് പറഞ്ഞാൽ അവന് പിന്നെ വന്നിട്ടേ ഇല്ല. ഇപ്പോൾ ഒരു മേബി 25 years ബാക്കിലെ കഥയാണ് ഞാൻ ഈ പറയുന്നത്. അയാൾ ഇപ്പോഴും ഇവിടെ ഉണ്ട്, തിരുവനന്തപുരത്തുണ്ട്. അയാൾക്കത് പിന്നെ വന്നിട്ടേ ഇല്ല. ലാക്കനേനായിരുന്നു അതിന് മേടിച്ചത്. ചൂട് കുടിക്കാനൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനൊന്ന് പറഞ്ഞതാ. ഇയാൾക്കതായിരുന്നു ഐസ് കുടിക്കാൻ എന്തൊരു സുഖം ഇങ്ങോട്ട് പോണെന്ന് പറഞ്ഞു. ആ ഒരൊറ്റ സിംറ്റത്തെ ബേസ് ചെയ്താൽ വേറെ ഒന്നും കിട്ടിയില്ല. നോക്കിയപ്പോൾ ലാക്കനേന്. അത് പറയാൻ വേണ്ടി വിളിച്ചത്. നിങ്ങളെല്ലാരും ചൂട് കുടിക്കാൻ പറഞ്ഞോണ്ടിരിക്കുന്നു. പറയണോ തോന്നിയാലോ. അതെ, ഞാനും അതുകൊണ്ട് പറയും. പ്രത്യേക ലക്ഷണം. ഇവിടെ എന്റെ മോള് പാർവതി ഡോക്ടർ ഉണ്ട്. അവൾക്ക് ഇതേപോലെ തൊണ്ടവേദന വന്ന അവൾക്ക് ഐസ്ക്രീം കുടിച്ചാൽ മാറും. അവള് പറയും, നമ്മളെല്ലാരും പറയും തണുപ്പ് കുടിക്കരുതെന്ന്. അവള് പറയും ആദ്യമൊക്കെ നോക്കും തൊണ്ടവേദനയ്ക്ക് തണുപ്പ് കുടിക്കാതൊക്കെ സൂക്ഷിക്കും. 2 ദിവസം കഴിയുമ്പോൾ എനിക്കൊരു ഐസ്ക്രീം മേടിച്ചു തന്നാൽ മതി, എന്റെ തൊണ്ടവേദന ഇപ്പൊ പോകും. അത് കറക്റ്റ് ആയി. അതിന് പർട്ടിക്കുലർ മെഡിസിൻ കാണും. അത് അതിന്റെ പർട്ടിക്കുലർ മെഡിസിൻ കാണും. അതാണ് ഈ ലാക്കനേനും അങ്ങനെയാ കിട്ടിയേ. അതുപോലെ നോക്കിയിട്ടില്ല ഡോക്ടറെ, അത് നോക്കണം. ഇപ്പൊ ഡോക്ടർ പറഞ്ഞപ്പോഴാണ് ഞാൻ അതിനെ പറ്റി ഒന്ന് കൊടുത്താലോ എന്നിങ്ങനെ ആലോചിച്ചത്. അതായത് പർട്ടിക്കുലർ മെഡിസിൻ കാണും അങ്ങനെ ഡിസ്ചാർജ് വരുമ്പോ. ജനറേഷൻ ഐസ്ക്രീം ഫോസ്ഫറസ്, അവളൊരു ഫോസ്ഫറസ് ആണ്. ഐസ്ക്രീമിനോട് ക്രേവിങ്സും ഉണ്ട്. പക്ഷെ അവള് കോൺസ്റ്റിറ്റ്യൂഷൻ ഫോസ്ഫറസാ. പക്ഷെ എനിക്ക് അതുകൊണ്ട് സുഖമുണ്ട്. അസുഖത്തിന് കുറവുണ്ടെന്ന് പറയുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പർട്ടിക്കുലർ മെഡിസിൻ കാണും. അതേ ലാക്കനേനെ ഞാൻ ഓർത്തിരുന്നതേ അല്ല. അതെ, അത് ശരിയാ. നമുക്ക് നോക്കാം. ശരി, താങ്ക് യു. പുതിയൊരു അറിവ് തന്ന ഏലിയാമ്മ ഡോക്ടർക്ക് പിന്നെ അറിയിക്കാണ്. ഇനി അടുത്തത് വേണുഗോപാലൻ ഡോക്ടർ അഡിനോയിഡ് വിത്ത് റിപ്പീറ്റഡ് ഫീവർ എന്ന് ചോദിച്ചിട്ടുണ്ട്. അഡിനോയിഡ് വിത്ത് റിപ്പീറ്റഡ് ഫീവർ. അത് കേസ് നോക്കി അതിന്റെ കാര്യം എന്താണെന്ന് കണ്ടുപിടിച്ച് കൊച്ചിന്റെ ട്യൂബർക്കുലോ സോറിനമോ അങ്ങനെ എന്തുവാണെന്ന് വെച്ചാൽ അതൊക്കെ കൊടുക്കണം. എന്നിട്ട് അഡിനോയിഡിന്റെ മെഡിസിനും കൊടുക്കണം. നമ്മള് പിന്നെ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞ സ്പെസിഫിക് പറയാൻ പറ്റുന്നില്ല. മിക്കവാറും നമ്മുടെ ഫോറത്തിൽ നിന്ന് ഒരു സ്പെസിഫിക് കിട്ടിയിട്ടുണ്ട് ചേച്ചി ഡോക്ടറെ. അതായത് വാസന്തി ഡോക്ടർ പ്രസന്റ് ചെയ്ത ഒരു മെഡിസിൻ ഉണ്ട്, റയറാണ്, കോട്രിപ്പോൾ. നോസോഡ് 35-200 ഒണ്ണം. അപ്പൊ ഈ ഒണ്ണം കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കുള്ള ഗുണം ഏതൊരു 15 ദിവസത്തേക്ക് ഓരോ ഡോസ് കൊടുത്ത് 2-3 ഡോസ് ആകുമ്പോൾ തന്നെ ഈ റിക്കറന്റ് ഫീവർ കംപ്ലീറ്റ് സ്റ്റോപ്പ് ആവും. അത് വാസന്തി ഞാൻ ആദ്യമായിട്ട് കേൾക്കായിരുന്നു. അപ്പാണ് കേട്ടത് 35-200 ഒണ്ണം നോക്ക് അറിഞ്ഞു. ഞാൻ വരുത്തി കൊടുത്തു നോക്കി. സംഗതി സൂപ്പർ റിസൾട്ടാ. നമുക്ക് ഇന്റർകറന്റ് അഗ്രാഫിസും കൽക്കേരിയ ഫ്ലോറും കൊടുത്തിട്ട് ഇന്റർകറന്റ് ആയിട്ട് ഇത് കൊടുത്താൽ അവിടെ നിൽക്കും. ചിലപ്പോൾ ട്യൂബർക്കുലം കൊടുത്താൽ പോലും നിൽക്കാത്ത കേസുകളുണ്ട്. അങ്ങനത്തെ കേസുകളിൽ കോട്രിപ്പോൾ ഒണ്ണം കൊടുക്കുമ്പോൾ അവിടെ സ്റ്റോപ്പ് ആവും. വാസന്തി ഡോക്ടർ അല്ല, ആ ഡോക്ടറിന്റെ പേര് നമ്മുടെ വാസന്തി ഡോക്ടർ അല്ലേ? അല്ലല്ലോ, അത് പേര് ചന്ദ്രമതി ഡോക്ടർ. ചന്ദ്രമതി ഡോക്ടർ തെറ്റിപ്പോയി. നമ്മുടെ ദേവരാജൻ ഡോക്ടറുടെ സിസ്റ്റർ. അതെ, അവര് പറഞ്ഞ ആ ഒരു സംഭവം ഭയങ്കര ഒരു ടിപ്പാണ്. ഞാൻ സത്യം പറഞ്ഞാൽ അതിന് മുമ്പേ ഞാൻ കോട്രിപ്പോൾ കേട്ടിട്ടില്ല. നമ്മൾ രണ്ടും കൂടെയാണ് വരുത്തിയത്. സെന്റ് ജോർജിൽ നിന്ന് വരുത്തിയിട്ട് ചേച്ചിക്ക് ഞാൻ കൊടുക്കുകയായിരുന്നു. പക്ഷെ സംഗതി 100% സക്സസ്. സെന്റ് ജോർജിൽ അവൈലബിൾ ആണ്. സെന്റ് ജോർജ്. ഇനി നമുക്ക് കുറച്ച് സമയമുള്ളൂ, 6 മിനിറ്റേ ഉള്ളൂ. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനോ കൂടുതൽ ആഡ് ചെയ്യാനോ ഉണ്ടെങ്കിൽ രമാദേവി മാഡം ഒന്നും പറഞ്ഞില്ലല്ലോ. രമാദേവി മാഡം ഉണ്ടല്ലോ. മാഡം അൺമ്യൂട്ട് ചെയ്യാം. രമാദേവി മാഡം അൺമ്യൂട്ട് ചെയ്യാവേ. കേട്ടില്ലെന്ന് തോന്നുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും വേറെ ചോദിക്കാൻ സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇട്ടാലും മതി.
ഇനിയുള്ള കുറച്ച് സമയം 5 മിനിറ്റേ ഉള്ളൂ. ഈ ഒന്നും കൂടെ ചോദിച്ചോട്ടെ, ഈ നമ്മള് വൈറ്റ് സ്പോട്ട്സ് വരുമല്ലോ ടോൺസില്, ആ വൈറ്റ് സ്പോട്ട് വരുന്നേ, അതർവൈസ് നോൺ ആസ് ക്വിൻസി. ടോൺസിലോ ക്വിൻസി ആണ് ഈ വൈറ്റ് സ്പോട്ട് വരുന്നത്. പെരിടോൺസിലർ ആബ്സസ്. അല്ല, അത് അതിന് ഭയങ്കര പെയിനും സ്വെല്ലിങ്ങും ഇൻഫ്ലമേഷനും ഒക്കെ ഒരുപാട് വരും പെരിടോൺസിലർ ആബ്സസ് എന്നാൽ. ഇത് പക്ഷെ വൈറ്റ് ആയിട്ടിരിക്കും. അത് തന്നെ. അതില് ഈ ഇത് മാത്രമായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ആ സംഭവത്തിന്റെ പേര് ടോൺസിലോ ലിത്തെന്ന. അത് ഈ കല്ല് പോലെ വരുന്നതല്ലേ? കല്ല് പോലെ കല്ല് പോലെ എന്ന് വെച്ചാൽ അതിങ്ങനെ കാറിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ കട്ടയായിട്ട് ഇങ്ങനെ ഇരിക്കും. ഇത് അങ്ങനെയല്ലേ, ഇൻഫെക്ഷൻ ആവുമ്പോൾ വൈറ്റ് കളർ ആകുന്നത്. അത് ക്വിൻസിയാ. അതിന് ഏറ്റവും പറ്റിയ മരുന്ന് ഫൈറ്റിലക്ക. വയറ്റിലൊക്കെ അത് ഏത് പൊട്ടൻസി കൊടുക്കണം? ഫൈറ്റിലൊക്കെ 200 200 അത് ഏതാന്ന് വെച്ചാൽ. രമാദേവി മാഡത്തിന് പിന്നെ അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ഒന്നുകൂടെ കൊടുക്കാം. ഇനി അഡ്മിറ്റ് ചെയ്തോ? അഡ്മിറ്റ് ചെയ്യാവോ? രമേശി അൺമ്യൂട്ട് ചെയ്തോളാം. പറ്റുന്നില്ല. എന്താണോ തടസ്സം അറിയത്തില്ല. ഫൈറ്റിലൊക്കെയും പിന്നെ ഏതാണുള്ളത്? ഫൈറ്റിലക്ക, ലാക്കനൈനം, ഈ പറഞ്ഞ സംഭവം. പിന്നെ മെർസോള്, മെർക്കോർ നല്ല മരുന്നാ. ഇത് ഈ പെരിടോൺസിലർ ആബ്സസ് വന്നിട്ട് അതിന്റെ ബാക്കിയായിട്ട് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ പിന്നെ ഗ്ലാൻസ് ഒക്കെ ഇവിടെ തൊണ്ടയുടെ സബ് മാൻഡിബുലർ ഗ്ലാൻഡ് എല്ലാം സ്വെല്ല് ചെയ്ത് ഭയങ്കര സിവിയർ പെയിനും പിന്നെ ഒക്കെ വരുന്ന സംഭവത്തിന് ഏറ്റവും പറ്റിയ മരുന്നാണ് മെർക്കോർ. ഹെപ്പാർസൾഫും വർക്ക് ചെയ്യും ഡോക്ടറെ. ഹെപ്പാർസൾഫും ഒരു ക്വസ്റ്റ്യൻ കൂടെ വന്നിട്ടുണ്ട്. ടാഴ്സൽ ടണൽ സിൻഡ്രോം. അത് ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നതാണ്. ടാഴ്സൽ ടണൽ സിൻഡ്രോം. ടി ആണ് എഴുതിയിരിക്കുന്നത്. കാർപ്പൽ ടണൽ ആണെങ്കിൽ പറഞ്ഞുതരാം. ടാർസൽ ടണൽ എനിക്ക് അറിഞ്ഞൂടാ. ഡോക്ടർ ഒന്ന് വ്യക്തമാക്കണേ. കാലിലായിരിക്കും. കാർപ്പൽ പോലെ. നോക്കണേ. ലിസി ഡോക്ടർ അൺമ്യൂട്ട് ചെയ്യാം, എന്നിട്ട് ചോദിച്ചാൽ മതി. ലിസി ഡോക്ടർ അൺമ്യൂട്ട് ചെയ്ത് ചോദിച്ചോളൂ. അത് ആംഗിൾ ജോയിന്റിൽ ഉണ്ടാവുന്നതാണ്. ആംഗിൾ ജോയിന്റില് റൈറ്റ് ലെഗില് ഇഞ്ചുറി കൊണ്ട് വരുന്നതാണ്. ഫ്ലാറ്റ് ഫുട്ട് ആയതുകൊണ്ടാന്നാ പറയുന്നത്. ഞാനൊരു ഓർത്തോനെ പോയി കണ്ടു. അപ്പൊ എക്സ്റേ എടുത്തപ്പോഴാ പറഞ്ഞത്. എന്താണ് സിംറ്റംസ്? റൈറ്റ് ലെഗിന്റെ ആ മീഡിയൽ ആ പൊസിഷനിൽ നീരും വരും, വേദനയും വരും. സ്റ്റാൻഡിങ് ഈസ് ദ വേർസ്റ്റ് പൊസിഷൻ. നിക്കാൻ പറ്റില്ല. നിന്ന് ഒത്തിരി ജോലി ചെയ്യുമ്പോ വിഷമ. എത്ര നാളായിട്ടുണ്ട്? അത് കുറച്ച് നാളുകളായി. പക്ഷെ ഈ ഒരു 2 ആഴ്ചയായിട്ട് കൂടുതൽ വന്നത്. ലഡൻ ഞാൻ കഴിച്ചു നോക്കി. ലഡൻ വണ്ണം കഴിച്ചു. ഡോക്ടർക്ക് തന്നെയാണോ? എനിക്ക് തന്നെയാ. പെയിൻ കുറയുന്നുണ്ട്. ഞാൻ ഈ പുനർനവ ടിങ്ചറൊക്കെ ഇല്ലേ, ബൊറേവിയ ഡിഫ്യൂസ്, അതൊക്കെ കഴിക്കുമ്പോ കുറയുന്നുണ്ട്. പക്ഷെ അതിന് നല്ല എക്സസൈസ് ചെയ്യണം. കാംഫറസ് ഓയിൽ ഇട്ട് എക്സസൈസ് ചെയ്യും. കാംഫറസ് ഓയിൽ
ഓക്കെ ഓക്കെ റെസ്റ്റോക്സ് പ്ലസ് ക്യാമ്പർ അല്ലേ മറ്റേ സാധനം. അതെ പക്ഷെ അതെ അതിന് ക്യാമ്പസ് മാത്രമാണെങ്കിലും കുറയും. മെഡിസിൻ കൊണ്ട് മാത്രം അത് മാറില്ല, നന്നായിട്ട് എക്സസൈസ് എക്സസൈസ്. ആ അത് അവരൊരു മറ്റേ ഇങ്ങനെ സപ്പോർട്ടിങ് ഇങ്ങനെ പുതിയൊരു ചെരുപ്പ് ഓർഡർ ചെയ്തു, അത് ഓർഡർ ചെയ്തേക്കുവാ. അതോ ആ പുതിയ കൂട്ടത്തിൽ ചെരുപ്പ് ഇടയ്ക്ക് കൊണ്ട് 1-2 മാത്രം ഡോസ് അത് മെഡോറിനും മാറില്ല. ഒരെണ്ണം കൂടെ കഴിക്കും. ഏത് കേട്ടില്ല ഡോക്ടറെ? ഏത്? മെഡോറിനം മെഡോറിനം വണ്ണം. ആ ഇന്റർകറന്റ് ആയിട്ട്. എന്നിട്ട് ക്യാമ്പസ് ടോയ്ലറ്റിൽ എക്സസൈസ് ചെയ്യുക. പിന്നെ ചെരുപ്പ് ഉപയോഗിച്ചാലും വ്യത്യാസം വരും, പൊസിഷൻ മാറാൻ വ്യത്യാസം വരും. ആ ചെരുപ്പ് ഓർഡർ ചെയ്തു, അത് ഈ വ്യാഴാഴ്ച വരും. അത് കഴിഞ്ഞിട്ട് 20 ദിവസം കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ചെന്ന് നോക്കണം എന്ന് പറഞ്ഞു. അപ്പൊ മെഡിസിൻ അവര് ഇത് തന്നു, ആന്റിബയോട്ടിക് തന്നു. ഞാനത് വാങ്ങിയില്ല. നമ്മുടെ മെഡിസിൻസ് മെഡിസിൻ ഒന്നും ഇല്ല ഡോക്ടറെ, അതുകൊണ്ടാണ് ആന്റിബയോട്ടിക് തന്നത്. ഇതിന് എന്താണ് ആന്റിബയോട്ടിക്കിന്റെ റോള്? അത് ഇൻഫ്ലമേഷൻ വന്നതുകൊണ്ട്, നീര് വരുന്നത് അതുകൊണ്ട് വലിയ ഇൻഫ്ലമേഷൻ. കാര്യമൊന്നുമില്ല. ഇപ്പൊ ആന്റിബയോട്ടിക് കുറച്ച് ഉപയോഗിക്കാം. അല്ല അത് അതിന്റെ ഞാൻ കഴിക്കുന്നില്ല, വാങ്ങിയില്ല. കഴിക്കണ്ട. അല്ല അത് തൽക്കാലം അവരൊരു ഇത് തന്നെന്നുള്ളതേ ഉള്ളൂ. അത് നമ്മുടെ മെഡിസിൻ കഴിച്ച് തന്നെ അത് മാറ്റിയെടുക്കണം. മിക്കവാറും ലഡത്തിൽ കുറയും. ലഡം ഏത് പൊട്ടൻസിയാ കഴിച്ചേ? വണ്ണം ഒരു ഡോസ് കഴിച്ചു. അതുകൊണ്ട് മാത്രം പോരാ, കുറച്ച് റിപ്പീറ്റ് ചെയ്ത് ഒരു ഡോസിൽ മാത്രം ഒന്നും ഇപ്പത്തെ ഇത് മാറില്ല കുട്ടി. നമ്മള് കൂടുതൽ മെഡിസിൻസ് റിപ്പീറ്റ് ചെയ്യണം. അതല്ലെങ്കിൽ ലോ പൊട്ടൻസിക്ക് പോകും. ടിഞ്ചർ 1 നമ്പർ ഡോസ് കഴിച്ചിട്ട് ടിഞ്ചർ റിപ്പീറ്റ് ചെയ്യും, ഒരു 5 തുള്ളി വീതം 2 നേരം. അപ്പൊ അതിന്റെ ആക്ഷൻ അങ്ങനെ അത് വരും. പിന്നെ ഹീലിന് അതുപോലെ വരുവാണെങ്കിൽ സ്ട്രോൺഷ്യം കാർബ് കഴിക്കാം. സ്ട്രോൺഷ്യം കാർബ് ഞാൻ കഴിച്ചിരുന്നു. അപ്പൊ കുറച്ച് കുറയും, അങ്ങനെയൊക്കെ. പിന്നെ ഹീൽ സ്പറും ഉണ്ട് എക്സ്റേയില്. കാൽക്കേനിയസ് സ്പർ. കാൽക്കേനിയസ് സ്പറും കൂടെ ഉണ്ടെങ്കിൽ ഹെക്ലാലാവ 3x കഴിക്കും. പിന്നെ നിൽക്കുമ്പോ ഏതാണ്ട് ഇപ്പൊ ഡോക്ടർ വേണുഗോപാൽ എഴുതിയിരിക്കുന്ന വലേറിയാനാക്കി നല്ല ആക്ഷൻ ഉള്ളതാണ്. ബെൻസോയിക് ആസിഡ്, ബെൻസോയിക് ആസിഡ് അതെല്ലാം ഉണ്ട്. പിന്നെ ഹരിഹരൻ ഡോക്ടർ അൺറൈസ് ചെയ്തിട്ടുണ്ട്. വലേറിയാന ഹെക്ലാലാവ 3x അല്ലേ? ഹെക്ലാലാവ 3x മറ്റേ ഇതിന് വേണ്ടിയിട്ടുള്ള. പിന്നെ ഡോക്ടറെ അതിന്റെ മെഡിസിൻ സിങ്കമെറ്റ് ആണ്. സിങ്കമെറ്റ്. ഓക്കെ. ഏതാ പൊട്ടൻസി? വായിച്ചു നോക്കിയ അത് ആദ്യം വണ്ണം കഴിക്കുക, വണ്ണം സ്റ്റാർട്ട് ചെയ്യുക, എന്നിട്ട് ഗ്രാജുവൽ ആയിട്ട് അത് ഇൻക്രീസ് ചെയ്ത് അപ് ടു 10 വരെ കൊണ്ടുപോകും. സിങ്കമെറ്റ് വായിച്ചു നോക്കണം. വായിച്ചു നോക്കിയിട്ട് യു ട്രൈ. ശരി, ഓക്കെ, താങ്ക് യു. ധനേഷ് ഡോക്ടർ എന്തെങ്കിലും പറയുന്നു? ധനേഷ് ഡോക്ടർ. അല്ല, അത് സൾഫർ എണ്ണം ഒരു ഡോസ് കഴിച്ചിട്ട് ഇപ്പൊ കഴിക്കുന്ന മെഡിസിൻ കണ്ടിന്യൂ ചെയ്യാൻ നന്നായിരിക്കും എന്ന് പറയാൻ വേണ്ടിയായിരുന്നു. അപ്പൊ അതിനിടയ്ക്ക് ഇപ്പൊ ഏലിയാമ്മ ഡോക്ടർ അത് കമന്റ് ചെയ്തായിരുന്നു. ഇപ്പൊ പറഞ്ഞ ടാഴ്സൽ ടണൽ സിൻഡ്രോമിനാണോ? സൾഫർ 10 ഒരു ഡോസ്, അത് കഴിഞ്ഞ് ഇപ്പൊ കഴിച്ച മെഡിസിൻസ് തന്നെ ഒന്ന് കഴിച്ചാൽ മതി. അപ്പൊ അതിനിടയ്ക്ക് ഡോക്ടർ അനിൽകുമാർ ഡോക്ടർ മെഡോറിനം 10 വണ്ണം പറഞ്ഞല്ലോ. അപ്പൊ അത് മെഡോറിനം കഴിച്ചാലും കുഴപ്പമില്ല. മെഡോറിന് ഞാൻ കുറച്ച് നാൾ മുമ്പ് ഒരു ഡോസ് കഴിച്ചിരുന്നു, വണ്ണം. സ്റ്റാൻഡിങ് ഈസ് ദ ഫസ്റ്റ് പൊസിഷൻ എന്നുള്ളതാണ് അതിന്റെ കറക്റ്റ്. ഡോക്ടറെ അത് കഴിഞ്ഞിട്ട് ഒരു 15 ദിവസം കഴിഞ്ഞ് പൊട്ടൻസി റേസ് ചെയ്യണം. അപ്പൊ വ്യത്യാസം വരും. 10 ml പോയാൽ മതി മെഡോറിനം. അതെ, ഇന്റർകറന്റ് ആയിട്ട്. ഓക്കെ. അപ്പത്തേക്കും ക്യൂറിലോട്ട് വരും. ഡോക്ടർ ഇൻഡിക്കേറ്റഡ് മെഡിസിൻ പ്ലസ് മയാസ്മാറ്റിക്. ഓക്കെ. സമയമൊക്കെ ആയിരിക്കുകയാണ്. കിടക്കയിരിക്കൊക്കെ ചെയ്യുമ്പോ കാലത്തിൽ പൊക്കി വെച്ച് കിടക്കുന്നത് നല്ലതായിരിക്കില്ലേ? അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പോയി കിടക്കണം, അല്ലാതെ നിക്കാൻ പറ്റില്ല കുറെ നേരം. അതെ, ഉപ്പ് ഒത്തിരി കുറച്ച് ഉപയോഗിക്കും. ശരി, ഉപ്പ് അങ്ങനെ കഴിക്കാറില്ല. ഡോക്ടർ നന്ദി കൂടെ പറയണേ. ഭാഗ്യലക്ഷ്മി മാഡത്തിന് ഒരു നന്ദി പറയണേ. ഭാഗ്യലക്ഷ്മി ഡോക്ടർക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല. ഭാഗ്യലക്ഷ്മി ഡോക്ടറെ പേര് കണ്ട അന്ന് മുടങ്ങാതെ കണ്ടിരിക്കും. അത്ര ഉപയോഗപ്രദമായ മെസ്സേജുകളും ഒക്കെയാണ് നമുക്ക് കിട്ടുന്നത്. എന്തായാലും ഇത് ഇന്നുകൊണ്ട് നിർത്താതെ ഇനി കൂടെ വന്ന് നമുക്ക് ഇതുപോലെ കഥകൾ പറഞ്ഞു തരണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്.
എന്തായാലും അതാ ഡോക്ടർ ഞാൻ ഇന്ന് ഇവിടെ വന്ന് ഇത്രയും നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് നമ്മുടെ എൻ്റെ സ്വന്തം പേരിലും നമ്മുടെ ഈ ഈ പ്ലാറ്റ്ഫോമിലുള്ള എല്ലാ ഡോക്ടർമാരുടെ പേരിലും ഇതിൻ്റെ സംഘാടകരുടെ പേരിലും എല്ലാവരുടെയും പേരിൽ ഡോക്ടർക്കുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊള്ളുന്നു. ഡോക്ടർ ഗുഡ് നൈറ്റ്. എല്ലാ ഡോക്ടർമാരുടെ എല്ലാവർക്കും ഒരു കാര്യം പറയാനുണ്ട്. ആ. നമ്മൾ എല്ലാരും തന്നെ IFPHന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ അത് ചെയ്ത് സഹായിക്കണമെന്ന് ട്രഷറർ എന്നുള്ള രീതിയിൽ ഞാൻ അഭ്യർത്ഥിക്കുന്നു. അതെ. ഓക്കെ ശരി. ആരും മുടങ്ങരുത്, സബ്സ്ക്രൈബ് ചെയ്യണം തീർച്ചയായിട്ടും. ആ ഓക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതുപോലെ വരുന്ന പേഷ്യൻസിനെ കൊണ്ട് ചെയ്യുക. അതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും എളുപ്പ വഴി. വരുന്ന പേഷ്യൻസ് ഇത് കണ്ടു നോക്കെന്ന് പറയുക. കണ്ടു നോക്കെന്ന് പറയുമ്പോൾ ഹോമിയോപ്പതിക്ക് അത്രയും പ്രചാരം വരും. ഞാൻ കാരണം എൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാവർക്കും സുഹൃത്തുക്കളോടും നോട്ടിഫിക്കേഷൻ പറയുന്നുണ്ട്. വരും. ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടും പറയുന്നുണ്ട് ഇങ്ങനെ ഒരു സുഹൃത്ത് മാത്രമല്ല, Zoom നമുക്ക് വരുന്ന platform ഉണ്ട്. രോഗികളെ കൊണ്ട് ചെയ്യിക്കുക. കമ്പൽസറി ആയിട്ട് ചെയ്യുക. നിങ്ങളുടെ ഈ ഫോൺ എടുത്ത് IFPH അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. ഓക്കെ മറന്നു പോകരുത്. ഈ സബ്സ്ക്രൈബ് ചെയ്താൽ ഇത് കാണണമെന്നില്ലേ? നമ്മൾ സബ്സ്ക്രൈബ് കാണാനല്ല, അവർക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോ എന്തായാലും കയറി നോക്കും. ഇപ്പം ആര് ക്യാൻസർ എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രോഗം എന്ന് വിചാരിക്കുക, ഇതെന്താണ് സംഭവം, ഹോമിയോപ്പതി കൊണ്ട് നടക്കുമോ എന്നൊക്കെ ചിന്തിക്കും. മറ്റേ ചിന്തിക്കത്തില്ല, ഇങ്ങനെ സംഭവമേ അറിഞ്ഞോ ഹോമിയോപ്പതിയിൽ എന്ത് ചെയ്യാനെന്ന് വിചാരിക്കും. അതാണ് വ്യത്യാസം. ചേച്ചിയൊക്കെ ഒന്ന് ചെയ്യിക്കാം പേഷ്യൻസിനെ കൊണ്ട്. ചെയ്യിക്കാം. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും തുടങ്ങും. അപ്പൊ എല്ലാവർക്കും ഇതുവരെ എന്നെ കേട്ട് ഇരുന്ന് സഹിച്ച എല്ലാവർക്കും എന്റെ നന്ദി ഒരിക്കൽ കൂടി പറയുന്നു. നമുക്കിനിയും കാണാം. എന്തായാലും നമ്മുടെ ഓക്കെ 1860 സൂം വെബിനാർ വളരെയധികം വിജയകരമാക്കി തീർത്ത മാഡത്തിന് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ഒന്നുകൂടി അറിയിക്കുകയാണ്. എത്രയും വേഗം അടുത്ത ക്ലാസ്സുമായിട്ട് വരണമെന്നും കൂടി അപേക്ഷിക്കുകയാണ്. അതുപോലെ ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും കൂടുതൽ അറിവുകൾ തന്ന അനിൽകുമാർ ഡോക്ടറിനും പ്രത്യേകിച്ചും നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്നത്തെ ഈ സൂം വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഇന്ന് നമ്മളുടെ ഈ സൂം ഇവിടെ വിജയകരമായി അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി.